ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ പത്രം വളരെ രസകരമായിട്ടുള്ള പത്രമായിരുന്നു. പെട്ടെന്ന് വായിച്ച് തീർന്നു പോയ ഒരു പത്രം. എടുത്ത് ഒന്ന് രണ്ട് പേജ് മറിച്ച് കഴിഞ്ഞപ്പോഴേക്കും പത്രം തീർന്നു പോകുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പത്രമായിരുന്നു. വലിയ കടുകട്ടിയ ആർട്ടിക്കിളുകളോ കടുകട്ടിയ ആശയങ്ങളോ ഒന്നും ഇന്നത്തെ പത്രത്തിൽ ദീർഘമായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ കണ്ടുപരിചിതമായിട്ടുള്ള ആർട്ടിക്കിളുകളും കണ്ടുപരിചിതമായിട്ടുള്ള മുഖങ്ങളൊക്കെ തന്നെയാണ് ഇന്നത്തെ പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അനലൈസ് ചെയ്ത് പോകാം. എങ്ങനെയാണ് എന്തൊക്കെയാണ് ആർട്ടിക്കിളുകൾ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കി പോകാം. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഫസ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ഇൻഫ്ലേഷൻ, പെർട്ടിക്കുലർലി ഫുഡ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ റേറ്റ് ഇന്ത്യയിൽ കുറഞ്ഞു വരികയാണ്, പെർട്ടിക്കുലർലി ഫുഡ് ഇൻഫ്ലേഷൻ. അപ്പൊ നമുക്ക് എന്താണ് ഈ ഇൻഫ്ലേഷൻ എന്ന് നോക്കണം. ഇൻഫ്ലേഷൻ എന്നുള്ളത് നമ്മളുടെ എക്കോണമിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ നമുക്ക് എന്താണ് ഇൻഫ്ലേഷൻ, എങ്ങനെയാണ് ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ തരത്തിൽ ഇൻഫ്ലേഷൻ ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചിന്തിച്ച് എന്താണ് ഇൻഫ്ലേഷൻ? എനിക്ക് ഒരു 8ാം ക്ലാസ്സിലെ സ്റ്റുഡന്റിന് ഇൻഫ്ലേഷൻ പറഞ്ഞു കൊടുക്കണം. എന്താണ് ഇൻഫ്ലേഷൻ എന്നുള്ളത് എന്ത് പറഞ്ഞു കൊടുക്കും? ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപിളി റൈസ് ഇൻ ദ ജനറൽ പ്രൈസ് ലെവൽ. പ്രൈസ് ലെവല്, സാധാരണയായിട്ടുള്ള പ്രൈസ് ലെവല് ഉയരുന്നതിനെയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞു, എനിക്ക് എക്സാമ്പിൾ മതി. എന്ത് സംസാരിക്കുമ്പോഴും നമ്മൾ എക്സാമ്പിൾ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. എക്സാമ്പിൾ എന്താ? അതായത് നമ്മളിപ്പോ പച്ചക്കറി വാങ്ങാനായിട്ട് പോയി. പച്ചക്കറി വാങ്ങാൻ പോയി കഴിഞ്ഞപ്പോൾ ലൈക്ക് ഒരു 2 വർഷം മുന്നേ നമ്മൾ 20 രൂപയ്ക്ക് പച്ചക്കറി വാങ്ങിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന ക്വാണ്ടിറ്റി അല്ല ഇന്ന് 20 രൂപയ്ക്ക് പച്ചക്കറി വാങ്ങിച്ചു കഴിയുമ്പോൾ കിട്ടുന്നത്, ആണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ കാണിച്ചേ. 5 വർഷം മുന്നേ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ തൃശ്ശൂര്, എറണാകുളത്ത് ഒരു പൊറോട്ടയ്ക്ക് എത്ര രൂപയായിരുന്നു? പാളയം മാർക്കറ്റിലാണെങ്കിൽ അല്ലെങ്കിൽ പാളയം ഭാഗത്താണെങ്കിൽ പൊറോട്ടയ്ക്ക് 10 രൂപയായിരുന്നു 5 വർഷം മുന്നേ, 2020 കാലഘട്ടങ്ങളിൽ. ഇപ്പൊ എത്ര രൂപയായി? 15 രൂപയായി. അപ്പൊ അതെന്താ സംഭവിച്ചത്? പൊറോട്ട ഒരെണ്ണമേ കിട്ടുന്നുള്ളൂ, പക്ഷേ 10 എന്നുള്ളത് 15 പൊറോട്ടയ്ക്ക് ഇൻഫ്ലേഷൻ സംഭവിച്ചു. മനസ്സിലായോ? അത് തന്നെയാണ് എക്കോണമിയിലും റിഫ്ലക്ട് ചെയ്യുന്നത്. എക്കോണമിയിലെ ഓരോ സെക്ടേഴ്സിലും ഇൻഫ്ലേഷൻ സംഭവിക്കും. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണപ്പെരുപ്പം. ഓക്കെ, നമ്മൾ ഇന്ന് പറയുന്ന ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഇന്ന് വില കൊടുത്ത് വാങ്ങുന്ന പൈസയ്ക്ക് നമുക്ക് നാളെ അത്രയും ക്വാണ്ടിറ്റി കിട്ടിക്കൊള്ളണം എന്നില്ല. ദ റൈസ് ഇൻ ദ ജനറൽ പ്രൈസ് ലെവൽ. പ്രൈസ് ലെവൽ ഡിഫറെന്റ് കാരണങ്ങൾ കൊണ്ട് റൈസ് ചെയ്യും. ഈ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നതിന്റെ ഡിഫറെന്റ് കാരണങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഇൻഫ്ലേഷൻ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഇൻഫ്ലേഷൻ എന്താ? വില കൂടുകയാണ്, പണം പെരുക്കുകയാണ്, പണത്തിന്റെ മൂല്യം കുറയുകയാണ്. ഇതാണ് ഇൻഫ്ലേഷന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള തത്വം. ദെൻ 4 പേരുകൾ നമ്മൾ ഇതിൽ പഠിക്കണം, അല്ലെങ്കിൽ 4 കീ കൺസെപ്റ്റുകൾ ഇതിലുണ്ട്. അതിൽ ഒന്നാമത്തെ കൺസെപ്റ്റ് ആണ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമത്തെ കൺസെപ്റ്റ് എന്താണ്? ഡിസ്ഇൻഫ്ലേഷൻ. ഡിസ്ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷന്റെ റേറ്റ് കുറയുന്നതിനെയാണ് ഡിസ്ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്നലെ 6% ഇൻഫ്ലേഷൻ, പക്ഷേ ഇന്ന് അത് 7% മാറി. 6% 5% മാറി. ഇന്നലെ 7% ഇൻഫ്ലേഷൻ, പക്ഷേ ഇന്ന് അത് 6% മാറി. ഇൻഫ്ലേഷൻ ഉണ്ടോ? ഇൻഫ്ലേഷൻ ഉണ്ട്, പക്ഷേ ഇൻഫ്ലേഷന്റെ റേറ്റ് കുറഞ്ഞു വരികയാണ്. മനസ്സിലായി? അതിനെയാണ് ഡീഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ല, ഡീഫ്ലേഷൻ അല്ല, ഡിസ്ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മാറിപ്പോകരുത്. ഡിസ്ഇൻഫ്ലേഷൻ, ഇൻഫ്ലേഷൻ, ഡിസ്ഇൻഫ്ലേഷൻ. ഇനി ഡീഫ്ലേഷൻ എന്താണെന്ന് നോക്കാം. അതായത് ഇൻഫ്ലേഷന്റെ ലെവല് 0 താഴെയാവുകയാണ്. ഇൻഫ്ലേഷന്റെ ലെവൽ 0 താഴെയാവും. അതെങ്ങനെയാണ് ഇൻഫ്ലേഷന്റെ ലെവൽ 0 താഴെയാവുന്നത്? അതായത് ഇന്നലെ പൊറോട്ടയ്ക്ക് 10 രൂപയായിരുന്നു, ഇന്ന് പൊറോട്ടയ്ക്ക് 8 രൂപയായി. 5 വർഷം മുമ്പ് പൊറോട്ടയ്ക്ക് 10 രൂപയായിരുന്നു, 5 വർഷം കഴിഞ്ഞിട്ട് 8 രൂപയായി. മനസ്സിലായോ? അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഡീഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻഫ്ലേഷൻ ഇല്ല, ജനറൽ പ്രൈസ് ലെവല് ഇൻക്രീസ് ചെയ്യുന്നില്ല, പകരം എന്താണ്? ഡിക്രീസ് ചെയ്യുകയാണ്. ഇതിനെയാണ് ഡീഫ്ലേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? പൊറോട്ട കഥ ഓർക്കുക. നമ്മൾ കഴിക്കുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു കഴിഞ്ഞെങ്കിൽ നമ്മൾ ഒരിക്കലും മറക്കില്ല. ഞാൻ അങ്ങനെയാണ്. അപ്പോൾ പൊറോട്ടയുടെ കഥയാണ് നമ്മൾ പറഞ്ഞത്. ദെൻ സ്റ്റാഗ്ഫ്ലേഷൻ എന്താണ്? സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഫ്ലേഷൻ ടെൻഡൻസി ഉണ്ടാവും, അതിനോടൊപ്പം തന്നെ റിസഷനും വരും. എന്താണ് ഈ റിസഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റിസഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കോണമിക് ആക്ടിവിറ്റികൾ കറക്റ്റ് ആയിട്ട് നടക്കാത്തൊരവസ്ഥ. അതായത് കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മടിക്കും, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുന്നതിനോടൊപ്പം തന്നെ എന്ത് വരും? ഇൻഫ്ലേഷൻ കൂടി വരും. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണ് സ്റ്റാഗ്ഫ്ലേഷൻ. സോ ഗ്രോത്ത് സ്റ്റാഗ്നന്റ് ആയിരിക്കും. സ്റ്റാഗ്നന്റ് ഗ്രോത്ത്,
പ്ലസ് ഇൻഫ്ലേഷൻ, ഈ രണ്ട് പേരുകൾ ചേർന്നിട്ടാണ് സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരിക്കുന്നത്. മനസ്സിലായോ? സ്റ്റാഗ്ഫ്ലേഷൻ എന്താണ്? സ്റ്റാഗ്നന്റ് ഗ്രോത്ത് പ്ലസ് ഇൻഫ്ലേഷൻ. സ്റ്റാഗ്നന്റ് ഗ്രോത്തിന് കാരണം എന്താണ്? നമ്മളുടെ എക്കോണമിയിലേക്ക് ആരും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, ഇൻഡസ്ട്രികൾ കൂടുതലായിട്ടൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അവരെന്തോ ഒരു വിപത്ത് മണക്കുന്നുണ്ട്, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് എന്ത്? സ്റ്റാഗ്നന്റ് ഗ്രോത്ത് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ, സ്റ്റാഗ്നന്റ് ഗ്രോത്ത് ആയിട്ടുള്ള സിറ്റുവേഷൻ. പക്ഷേ അവിടെ ഇൻഫ്ലേഷനും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയും. മനസ്സിലായോ? അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാം. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജനറൽ പ്രൈസ് ലെവല് ഇൻക്രീസ് ചെയ്യുകയാണ്, പണം പെരുക്കുകയാണ്, പണപ്പെരുപ്പം, മലയാളത്തിൽ പണപ്പെരുപ്പം എന്നാണ് പറയുന്നത്. ദെൻ ഡിസ്ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ ഉണ്ട്, ഇൻഫ്ലേഷൻ 0 ഒന്നും ആയിട്ടില്ല, പക്ഷേ അത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ചിലപ്പോ 7% ആയിരുന്നത് 6%ആയിട്ട് കുറയുന്നുണ്ട് ഇൻഫ്ലേഷൻ. മനസ്സിലായോ? ഡീഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? ഡീഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യുകയല്ല, ഡിക്രീസ് ചെയ്യുകയാണ്, ബിലോ സീറോയിലേക്ക് വരികയാണ്, 0%ലും താഴേക്ക് വരികയാണ് ഇൻഫ്ലേഷൻ. സോ അതിനെ നമ്മൾ വിളിക്കും ഡീഫ്ലേഷൻ. ദെൻ സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റാഗ്ഫ്ലേഷൻ സ്റ്റാഗ്നന്റ് ഗ്രോത്ത് ആയിരിക്കും, ഒരു റിസഷൻ പീരീഡ് ആയിരിക്കും. ദെൻ അതിനോടൊപ്പം തന്നെ ഇൻഫ്ലേഷൻ കൂടി വരും. അതിനെ വിളിക്കുന്ന പേരാണ് ഇൻഫ്ലേഷണറി റിസഷൻ. ഓർത്തു വെക്കുക, ഇൻഫ്ലേഷണറി റിസഷൻ. ഓക്കെ, ഈ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു ഭാഗം കൂടിയാണ് ഈ ഇൻഫ്ലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡ്. നമുക്ക് എളുപ്പത്തിൽ നമ്മൾ എക്കണോമിക്സ് പഠിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുക. എക്കണോമിക്സിന്റെ അടിസ്ഥാനം തന്നെ എക്കോണമിയ എന്ന് പറയുന്ന വേർഡാണ്. അതിന്റെ അർത്ഥം എന്താണ് വരുന്നത്? ഹൗസ് ഹോൾഡ് കോസ് എന്നാണ് അതിന്റെ അർത്ഥം. അതായത് വീട്ടിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരാൾ ഗുഡ് എക്കോണമിസ്റ്റ് ആയിരിക്കും. മനസ്സിലായോ? നമ്മൾ വലിയ കൺസെപ്റ്റുകളൊന്നും പഠിക്കേണ്ട, കെയ്നീഷ്യൻ വെൽഫെയറിസത്തെ കുറിച്ചിട്ടൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ചുറ്റുമുള്ള കാണുന്ന കാര്യങ്ങളെ എക്കോണമിക് ടേംസിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് എക്കോണമിക്സ് പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എന്ത് വെച്ചിട്ടാണ് കണക്ട് ചെയ്തത്? പൊറോട്ടയുമായി ബന്ധപ്പെട്ടിട്ടാണ്. പൊറോട്ട 10 രൂപയിൽ നിന്ന് 15 രൂപയായി 5 വർഷം കൊണ്ട്. അപ്പൊ ഒരു വർഷത്തെ ഇൻഫ്ലേഷൻ എത്രയാണ്? 1 രൂപ വെച്ചിട്ട് ഓരോ വർഷവും ഇൻഫ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇൻഫ്ലേഷൻ പൊറോട്ടയെ സംബന്ധിച്ചിട്ട് എത്ര ശതമാനമാണെന്ന് നമുക്ക് പറയാൻ പറ്റും? 50% ഇൻഫ്ലേഷൻ ആണ് ഈ കഴിഞ്ഞ 5 വർഷത്തിൽ നമ്മളുടെ പാളയത്തിലുള്ള സാധാരണ ഒരു കടയിലുള്ള പൊറോട്ടയ്ക്ക് ഇൻഫ്ലേഷൻ സംഭവിച്ചത്. മനസ്സിലായോ? സോ നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. ഇൻഫ്ലേഷൻ എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ. എന്തുകൊണ്ടാണ് ഇൻഫ്ലേഷൻ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇൻഫ്ലേഷൻ സംഭവിക്കുന്നത്? അതിന് 2 കാരണങ്ങളുണ്ട്. ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ ഒരുപാട് കാരണങ്ങളെ നമുക്ക് 2 കാരണങ്ങളിലേക്ക് ചുരുക്കാം. ഒന്ന്, ഡിമാൻഡ് സൈഡിൽ നിന്ന് നമ്മളൊരു നോക്കിക്കാണൽ നടത്തും. ദെൻ സപ്ലൈ സൈഡിൽ നിന്ന് നോക്കിക്കാണും. അതിന് പറയുന്ന പേരാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ആൻഡ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ. അതായത് ഡിമാൻഡ്, അധികം ആളുകൾ ഡിമാൻഡ് ചെയ്യുന്നത് വഴി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഇൻഫ്ലേഷൻ, അല്ലെങ്കിൽ കോസ്റ്റ് ഫാക്ടേഴ്സ് പുഷ് ചെയ്യുന്നത് വഴി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഇൻഫ്ലേഷൻ. എന്താണെന്ന് നമുക്ക് നോക്കാം. ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എല്ലാവരും പണക്കാരായി, അതായത് സാധാരണക്കാര് ആരുമില്ല. 10 രൂപയുടെ മാഗി വാങ്ങിക്കാനായിട്ട് എല്ലാവരുടെ കയ്യിലും പൈസയുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പൊ എന്താ സംഭവിക്കുക? എല്ലാവരുടെ കയ്യിലും പൈസ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എല്ലാവരും കൂടുതൽ ഡിമാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ എന്താ സംഭവിക്കുക? മാർക്കറ്റിന്റെ തത്വം എന്താണ്? മാർക്കറ്റിൽ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഡിമാൻഡിന്റെയും സപ്ലൈയുടെയും ബേസിസിലാണ്. അതാണല്ലോ മാർക്കറ്റിന്റെ ഏറ്റവും അടിസ്ഥാന തത്വം. ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യും, ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഡിക്രീസ് ചെയ്യും. സപ്ലൈ കൂടി കഴിഞ്ഞാലോ, ഒരുപാട് പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? പ്രൈസ് ഡിക്രീസ് ചെയ്യും. ഓക്കെ, ആ ഒരു മെക്കാനിസം തന്നെയാണ് ഇവിടെയും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡിമാൻഡ് പുൾ ചെയ്യുന്നതാണ്. കൂടുതൽ ആളുകൾ, എല്ലാവരുടെ കയ്യിലും പൈസ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആളുകളുടെ ഡിമാൻഡ് ചെയ്യുന്നത് കൂടും. അതായത് ആളുകൾ 10 രൂപയുടെ മാഗി എല്ലാവർക്കും വാങ്ങിക്കാനുള്ള സ്ഥിതി വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്നത് ആരാണോ അയാൾക്ക് വാങ്ങിക്കാമെന്ന് പറയുന്ന ഒരു അവസ്ഥ വരും. സോ ഇറ്റ് ക്രിയേറ്റ്സ് ആൻ ഇൻഫ്ലേഷൻ. ഓക്കെ, സോ എങ്ങനെയാണ് ഈ ആളുകളുടെ കയ്യിലേക്ക് കൂടുതൽ പൈസ എത്തുന്നത്? സോ എക്കോണമിക് ടേംസിൽ നോക്കുകയാണെങ്കിൽ മണി സപ്ലൈ അല്ലെങ്കിൽ മോണിറ്ററി സപ്ലൈ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആളുകളുടെ കയ്യിലേക്ക് കൂടുതൽ പൈസ കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ മണി സപ്ലൈ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, കൂടുതൽ നോട്ടുകൾ റിസർവ് ബാങ്കുകൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? മണി സപ്ലൈ കൂടുകയാണ്. നമ്മൾ കഴിഞ്ഞ മാസം RBI കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? RBI കുറിച്ചിട്ട് പഠിച്ച ആ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു
RBI മോണിറ്ററി പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടാണ് എന്ത് കൺട്രോൾ ചെയ്യുന്നത്, ഇൻഫ്ലേഷൻസ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, റിസർവ് റേറ്റുകളൊക്കെ വെച്ചിട്ടാണ് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്നതെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? അപ്പോ RBI അങ്ങനെ കൺട്രോൾ ചെയ്യുമ്പോൾ RBI കൂടുതൽ പൈസ മാർക്കറ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, എല്ലാവരുടെ കയ്യിലും പൈസ എത്തും. സോ ഇറ്റ് ക്രിയേറ്റ്സ് എ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ. ഡിമാൻഡ് വലിക്കുകയാണ്. ഓക്കെ, ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്താണെന്ന് മനസ്സിലായോ? അതായത് ഡിമാൻഡ് ഫാക്ടർ കാരണം ഉണ്ടാകുന്ന ഇൻഫ്ലേഷൻ. ഡിമാൻഡ് ഫാക്ടർ എങ്ങനെയൊക്കെ ഉണ്ടാവാം? ആൾക്കാരുടെ കയ്യിൽ കൂടുതൽ പൈസ എത്താം, ആൾക്കാർ കൂടുതൽ ഡിമാൻഡ് ചെയ്യാം. അപ്പൊ എന്ത് സംഭവിക്കും? കൺസ്യൂമർ ഇസ് വില്ലിംഗ് ടു പേ മോർ ഫോർ അവൈലബിൾ ഗുഡ്സ്. ഇപ്പൊ കറന്റ് ഉള്ള ഗുഡ്സിന് കൂടുതൽ പേ ചെയ്യാനായിട്ട് അവർ നിർബന്ധിതരാകും, അല്ലെങ്കിൽ വില്ലിംഗ് ആകും. ദാറ്റ് ലീഡ് ടു പ്രൈസ് റൈസ്. ഓക്കെ, ഇതാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ. മനസ്സിലായോ? എല്ലാവരും 15 രൂപയുടെ പൊറോട്ട വാങ്ങിക്കാൻ തയ്യാറാവുമ്പോൾ എന്ത് സംഭവിക്കും? കടക്കാരൻ തീരുമാനിക്കും, നിങ്ങൾ 20 രൂപ ആര് തരുന്നോ അയാൾക്ക് ഞാൻ പൊറോട്ട കൊടുക്കും എന്ന് പറയും. സോ ഇറ്റ് ക്രിയേറ്റ്സ് എ ഇൻഫ്ലേഷൻ. അത്രയേ ഉള്ളൂ. കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ. കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ സൈഡിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ റോ മെറ്റീരിയൽസിന്റെ പൈസ കൂടി, പൊറോട്ട ഉണ്ടാക്കാനുള്ള മാവിന് പൈസ കൂടി. അപ്പൊ എന്ത് സംഭവിക്കും? പൊറോട്ടയിൽ ഓട്ടോമാറ്റിക്കലി പൈസ ഇൻക്രീസ് ചെയ്യും. ദെൻ സപ്ലൈ ചെയ്യും, അതായത് പൊറോട്ട കൊണ്ടുവരുന്ന മാവ് ഉണ്ടല്ലോ, മാവ് ഉള്ള മൈദ കയറ്റി വരുന്ന ചരക്ക് ലോറികൾ സമരം പ്രഖ്യാപിച്ചു. എന്ത് സംഭവിക്കും? ഇമ്മീഡിയറ്റ്ലി പൊറോട്ടയുടെ പ്രൈസ് കൂടും, കാരണം പൊറോട്ട കിട്ടാനില്ല. ഇന്ന് ഫോർ എക്സാമ്പിൾ, ഇന്ന് എന്താണ് തേങ്ങയുടെ വില എങ്ങനെയാണ്? തേങ്ങയുടെ വില ഭയങ്കരമായിട്ട് കൂടുതലാണ് കേരളത്തിൽ. സോ എന്ത് സംഭവിക്കും? അവിടെ ഇൻഫ്ലേഷൻ സംഭവിച്ചിട്ടുണ്ട്. സോ എന്ത് സംഭവിക്കും? അതുമായി ബന്ധപ്പെട്ട് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ. തേങ്ങാ ചമ്മന്തി ചോദിച്ചു കഴിയുമ്പോൾ ചില റെസ്റ്റോറന്റുകൾ അധികമായിട്ട് പൈസ ഈടാക്കാൻ തുടങ്ങും. മനസ്സിലായോ? എക്കോണമി ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ബേസിക് കാര്യങ്ങളിലാണ് എക്കോണമി വർക്ക് ചെയ്യുന്നത്. ഇനി ഒരു സെക്ടർ സ്പെസിഫിക് ആയിട്ട് നമുക്ക് എടുക്കാം. പെട്രോളിയം പ്രൊഡക്റ്റുകൾ എങ്ങനെയായിരിക്കും വില കൂടുന്നത്? അതായത് ഗ്ലോബലിൽ ഒരു മാർക്കറ്റ് വരികയാണ്, അതായത് റഷ്യ യുക്രൈൻ യുദ്ധം വരികയാണ്, അല്ലെങ്കിൽ ഇസ്രായേൽ ഇറാൻ വാർ വരികയാണ്. ദെൻ അത് പെട്രോളിയം പ്രൊഡക്ട്സിനെ കാര്യമായി ബാധിക്കും. സോ എന്ത് സംഭവിക്കും? പെട്രോളിയം പ്രൊഡക്റ്റുകളുടെ ജനറൽ പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യും. അതായത് ഇന്നലെ 100 രൂപയ്ക്ക് വിറ്റിരുന്ന പെട്രോള് ചിലപ്പോൾ 110 രൂപയിലേക്ക് ഇൻക്രീസ് ആകും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ജനറൽ പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ ഇൻക്രീസ് ആയി എന്നാണ് അർത്ഥം. മനസ്സിലായോ? സോ ഇൻഫ്ലേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറുകൾ എന്തൊക്കെയാണ്? ഓൾമോസ്റ്റ് എവരിത്തിങ്. ഈവൻ മഴ പെയ്തു കഴിഞ്ഞാൽ പോലും ഇൻഫ്ലേഷനെ ബാധിക്കും. ആഞ്ഞൊന്ന് മഴ പെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ എക്കോണമിക് ഇൻഫ്ലേഷൻ സംഭവിക്കും. മനസ്സിലായോ? അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതിനെ ബേസ് ചെയ്യുന്നതാണ്. ഡിമാൻഡ് പുഷ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഡിമാൻഡ് പുള്ളായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്, കോസ്റ്റ് പുഷ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. കോസ്റ്റ് പുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യുന്ന, ഒരു പ്രൊഡക്റ്റിനെ അഫക്ട് ചെയ്യുന്ന എല്ലാ ഫാക്ടേഴ്സും അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഫോർ എക്സാമ്പിൾ, ഈ തൊഴിലാളികൾ കൂടുതൽ വേതനം വേണമെന്ന് പറഞ്ഞു. അതായത് നിങ്ങൾ ഒരു ഫാക്ടറി നടത്തുകയാണ്. നിങ്ങളൊരു ഫാക്ടറി നടത്തി കഴിഞ്ഞപ്പോൾ തൊഴിലാളികൾ നിങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇനി മുതൽ 1000 രൂപ പോരാ, 1100 രൂപ ശമ്പളമായിട്ട് വേണം ഒരു ദിവസം. അവർ സമരത്തിന് പോയി. സമരം അവസാനിപ്പിക്കാനായിട്ട് നമ്മൾ പറഞ്ഞു 1100 രൂപ ഞങ്ങൾ തരാം. നിങ്ങളൊരു മൈദ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആട്ട ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ് നടത്തുന്നത്. അവരെന്ത് ചെയ്തു? അവർ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് 100 രൂപ എക്സ്ട്രാ അവർക്ക് കൊടുക്കുമോ? ഇല്ല. അവരെന്ത് ചെയ്യും? അവര് ആ പൈസ പ്രൊഡക്റ്റിൽ ആഡ് ചെയ്യും. സോ 30 രൂപയായിരുന്ന, 1 കിലോയ്ക്ക് 30 രൂപയായിരുന്ന ആട്ട ചിലപ്പോൾ 40 രൂപയായിട്ട് മാറും. മനസ്സിലായോ? അങ്ങനെ ആര് ലാഭം ഉണ്ടാക്കും? മുതലാളിമാര് ലാഭം ഉണ്ടാക്കും. സോ ഇത് വീണ്ടും ഇൻഫ്ലേഷൻ എഫക്ട് ചെയ്യും. അങ്ങനെയുള്ള റോ മെറ്റീരിയൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷനുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഡിമാൻഡ് ആണെങ്കിൽ എന്താണ്? ഡിമാൻഡ് സൈഡിൽ നിന്ന്, കസ്റ്റമേഴ്സിന്റെ സൈഡിൽ നിന്നുള്ള ഇൻഫ്ലേഷൻ ആണ്. കോസ്റ്റ് പുഷ് ആണെങ്കിൽ അതായത് ഇൻഡസ്ട്രിയുടെ സൈഡിൽ നിന്ന്, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുടെ സൈഡിൽ നിന്ന്, പ്രൊഡ്യൂസറിന്റെ സൈഡിൽ നിന്നുള്ള ഇൻഫ്ലേഷൻ ടെൻഡൻസീസ് ആണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ മെഷർ ചെയ്യുന്നത് എന്ന് നോക്കാം. ഞാൻ ജൂണിലെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻഫ്ലേഷൻ RBIനെ കുറിച്ച് പറഞ്ഞപ്പോൾ 2 രീതിയിലാണ് ഇൻഫ്ലേഷൻ മെഷർ ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, ദെൻ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്താണ്, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്താണ്. കേൾക്കാത്തവർ ഇപ്പൊ കേട്ടോളാം, ഇത്ര വലിയ പരിപാടികളൊന്നുമില്ല. അതായത് ഇന്ത്യയിൽ ഈ ഇൻഫ്ലേഷൻ
കാൽക്കുലേറ്റ് ചെയ്യുന്ന രണ്ട് ഉപകരണങ്ങളാണ്, രണ്ട് ഇൻഡെക്സുകളാണ് ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സും ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സും. അപ്പൊ ഞാൻ പറഞ്ഞു ജനറൽ പ്രൈസ് ലെവലിൽ ഇൻക്രീസ് ആകുന്നതിനെയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ജനറൽ പ്രൈസ് ലെവൽ ഏത് വർഷത്തെ നോക്കിയിട്ട് സെറ്റ് ചെയ്യും? അതായത് നോർമലി വലിയ ഫ്ലക്ച്വേഷനുകൾ ഒന്നും ഇല്ലാത്ത, നോർമലി ഒരു സാധാരണ ഇയർ ആയിരിക്കും ഈ ജനറൽ പ്രൈസ് ലെവൽ. അതായത് ബേസ് വേണമല്ലോ, അതായത് ഈ വർഷത്തെ ഞാൻ നേരത്തെ പറഞ്ഞു 2020 വെച്ച് നോക്കുമ്പോൾ 2025 പൊറോട്ടയുടെ പ്രൈസ് 5 രൂപ ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. പാളയ മാർക്കറ്റിൽ നമ്മളുടെ സംസം ഹോട്ടലിൽ എത്രയാണ് ഇൻക്രീസ് ചെയ്തത്? 5 രൂപ ഇൻക്രീസ് ചെയ്തു. മനസ്സിലായോ? 5 രൂപ ഇൻക്രീസ് ചെയ്തു. അപ്പോ ഈ ജനറൽ പ്രൈസ് ലെവലിന് ഒരു ബേസ് വേണമല്ലോ. സോ ഏതെങ്കിലും ഒരു വർഷത്തെ അവര് ബേസ് ഇയർ ആയിട്ട് എടുക്കും. അതായത് വലിയ ഫ്ലക്ച്വേഷനുകൾ ഒന്നും ഇല്ലാത്ത ഒരു വർഷത്തെ അവര് ബേസ് ഇയർ ആക്കി എടുത്തിട്ട് അതിന്റെ ബേസിസിൽ പ്രൈസ് നോക്കും. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളുടെ കഴിഞ്ഞ വർഷം വരെ നമ്മളുടെ ബേസ് ഇയർ ഏതായിരുന്നു? 2011 ആയിരുന്നു. 2011-12 നമ്മളുടെ ബേസ് ഇയർ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ 2011-12 കാലഘട്ടങ്ങളിൽ വെച്ചിട്ട് 2024 എത്ര വരെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു? മനസ്സിലായി? ഇത്ര പെർസെന്റേജ്. 2021 വെച്ച് 2011-12 വെച്ച് നോക്കുമ്പോൾ 2024 6% ഇൻഫ്ലേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മളുടെ എക്കോണമി പറയുക. മനസ്സിലായോ? ഒരു ബേസ് ഇയർ ഉണ്ടാവും, ആ ബേസ് ഇയറിനെ വെച്ചിട്ട് നമ്മൾ ഇൻഫ്ലേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യും. ബേസ് ഇയർ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായോ? അങ്ങനെ ബേസ് ഇയറിനെ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന രണ്ട് മെത്തേഡ്സ് ആണ് എന്തൊക്കെ? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സും ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സും. ഓക്കെ, അപ്പോ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് പ്രത്യേകത എന്താണ്? ആരാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നോക്കുന്നത്? അതായത് കൺസ്യൂമറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകളും എല്ലാ സർവീസുകളും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. കൺസ്യൂമറുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊഡക്റ്റുകളും എല്ലാ ഗുഡ്സുകളും എല്ലാ സർവീസുകളും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ആരാണ് ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ഓർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓർഗനൈസേഷനും മെർജ് ചെയ്തിട്ടാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് ഉണ്ടായത് എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, എന്ത് പറഞ്ഞപ്പോഴാണ് നമ്മൾ പറഞ്ഞത്? ഓർക്കുന്നുണ്ടോ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്ത് പറഞ്ഞപ്പോഴാണ് നമ്മൾ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കഥ പറഞ്ഞത്? ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻസ് കുറയുന്നു, അല്ലെങ്കിൽ ഫസ്റ്റ് ക്വാർട്ടറിലെ ഏറ്റവും ലോവിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ആരാ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇതേ ഓർഗനൈസേഷൻ തന്നെ, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അണ്ടറിലുള്ള സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസ് തന്നെയാണ് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ്, അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് ആണ്. ഓക്കെ, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അണ്ടറിൽ. ദെൻ ഇവർ എന്തൊക്കെയാണ് മെഷർ ചെയ്യുന്നത്? അതായത് കൺസ്യൂമർ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവര് ഐഡന്റിഫൈ ചെയ്യും. ഫുഡ്, ബിവറേജസ്, അങ്ങനെ ഡിഫറെന്റ് കാര്യങ്ങൾ ഇവരുടെ ബാസ്ക്കറ്റിലുണ്ട്. ദെൻ ഫ്യൂവല്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവർ മെയിൻറ്റെയിൻ ചെയ്യും. ഗുഡ്സും സർവീസസും ആണ് ഇതിൽ പ്രധാനമായിട്ട് അവർ ഇൻക്ലൂഡ് ചെയ്യുന്നത്. എല്ലാ ഗുഡ്സും സർവീസസും ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. റൂറൽ ബാസ്ക്കറ്റ്, അർബൻ ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഡിഫറെന്റ് ബാസ്ക്കറ്റുകൾ. ബാസ്ക്കറ്റ് മീൻസ് അതായത് റൂറൽ ഇൻഫ്ലേഷൻ സെപ്പറേറ്റ് ആയിട്ട് അവർ കണ്ടുപിടിക്കും, അർബൻ ഇൻഫ്ലേഷൻ അവർ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കും. അങ്ങനെയാണ് ഇതിന്റെ ഒരു പാറ്റേൺ വരുന്നത്. മനസ്സിലായോ? ദെൻ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്മൾ എന്തിനാ കണ്ടുപിടിക്കുന്നത്? അതായത് ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് റോ മെറ്റീരിയൽസ് വേണമല്ലോ, ഒരുപാട് കാര്യങ്ങൾ വേണം, ലേബേഴ്സ് വേണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻഫ്ലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് ഓട്ടോമാറ്റിക്കലി കൺസ്യൂമറിനെ എഫക്ട് ചെയ്യും. അത് കണ്ടുപിടിക്കാനായിട്ടാണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അവിടത്തെയും ഇൻഫ്ലേഷൻ തന്നെയാണ്, പക്ഷേ അതൊരു ഫസ്റ്റ് സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷനിലാണ് നമ്മൾ ഈ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് കണ്ടുപിടിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പോ ഈ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആരുടെ അണ്ടറിലാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻഡെക്സ് ഫോർമുലേറ്റ് ചെയ്യുന്നത് ആരാണ്? അത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ അല്ല, അവർക്ക് വേറെ പണിയുണ്ട്. അവര് ആരെയാണത് ഏൽപ്പിച്ചിരിക്കുന്നത്? അത് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആണ്. മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. മിനിസ്ട്രി ഓഫ് കൊമേഴ്സിന്റെ അണ്ടറിൽ വരുന്ന ഓഫീസ് ഓഫ് എക്കോണമിക് അഡ്വൈസർ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓഫീസ് ഓഫ് എക്കോണമിക് അഡ്വൈസർ എന്ന് പറഞ്ഞാൽ എക്കോണമിക് സർവേ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ. എക്കോണമിക് സർവേ ഓരോ വർഷം എക്കോണമിക് സർവേ എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്റ് പാർലമെന്റിന്റെ മുന്നിൽ വെക്കും. ആ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് നമ്മളുടെ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സും മെഷർ ചെയ്യുന്നത്. മനസ്സിലായോ? ഇൻഫ്ലേഷൻ എത്രയുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് മെഷർ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആണ്.
മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആണ്. സോറി, ഞാൻ നമ്മളുടെ എക്കോണമിക് സർവേനെ കുറിച്ച് പറഞ്ഞത് ഫിനാൻസ് മിനിസ്ട്രി ആണ് കേട്ടോ, നമ്മളുടെ കൊമേഴ്സ് മിനിസ്ട്രി അല്ല. എന്റെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്ക് ആണ്. മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് അല്ല, മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. ഓക്കെ, എക്കോണമിക് സർവേ അഡ്വൈസർ ആണ് അവിടെ ഇത് ചെയ്യുന്നത്, നമ്മളുടെ കൊമേഴ്സ് മിനിസ്ട്രി അല്ല. കൊമേഴ്സ് മിനിസ്ട്രി പെർട്ടിക്കുലർലി എന്താ ചെയ്യുന്നത്? കൊമേഴ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. സോ അതുമായി ബന്ധപ്പെടുത്താലോ നമ്മളുടെ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. കാരണം എന്താണ്? കൊമേഴ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള റോ മെറ്റീരിയൽസ്, അതിനൊക്കെ ഇൻഫ്ലേഷൻ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കുന്നതാണ് നമ്മളുടെ ഈ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിലൊരു പ്രത്യേകതയുണ്ട്. ഇതില് ഗുഡ്സ് മാത്രമേ ഇവര് കാൽക്കുലേറ്റ് ചെയ്യത്തുള്ളൂ. അതെന്താ ഗുഡ്സ് മാത്രം കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സർവീസ് എന്താ അവിടെ ഉൾപ്പെടുത്താത്തെ? ഗുഡ്സ് മാത്രമേ ഇവർ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിൽ കാൽക്കുലേറ്റ് ചെയ്യത്തുള്ളൂ. എന്താ സർവീസ് ഉൾപ്പെടുത്താത്തെ? അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ? ഉണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും ഹോൾസെയിൽ സർവീസ് എന്ന് പറഞ്ഞ് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? അതായത് നിങ്ങൾ ഒരു തുണി വാങ്ങിക്കാനായിട്ട് പോയി. നിങ്ങൾ ഹോൾസെയിൽ ആയിട്ടൊരു തുണി വാങ്ങിക്കാൻ പോകണമെങ്കിൽ എവിടെ പോകും? അതായത് നമ്മൾ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് തുണി വാങ്ങും. ഹോൾസെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു 1000 ടീഷർട്ട് വേണം, അല്ലെങ്കിൽ 1000 ചുരിദാർ വേണം. നിങ്ങൾ എവിടെ പോകും? ഹോൾസെയിൽ ഷോപ്പിൽ പോകും. ഓക്കെ, ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു പനി വന്നു. ഹോൾസെയിൽ ആയിട്ട് പനി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ നിങ്ങൾ ഒരു കേസ് നടത്തുകയാണ്. നിങ്ങൾക്ക് 5-6 കേസുകൾ നടത്താനായിട്ട് ഒരു വക്കീൽ. നിങ്ങൾക്ക് ഒരു 100 കേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഹോൾസെയിൽ വക്കീലിന്റെ അടുത്തേക്ക് പോകും. സോ സർവീസിൽ ഹോൾസെയിൽ റീറ്റെയിൽ എന്ന് നമുക്ക് തരംതിരിക്കാനായിട്ട് പറ്റില്ല. ഹോൾസെയിൽ വക്കീൽ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. അതായത് നിങ്ങൾക്ക് 1000 കേസ് ഉണ്ട്, എന്തെങ്കിലും പിന്നെ ഞാൻ ഹോൾസെയിൽ ആയിട്ടൊരു വക്കീലിന്റെ അടുത്ത് പോയിട്ട് എല്ലാ കേസുകൾക്കും കുറച്ച് പൈസ കുറച്ച് തരാമെന്നുള്ളൊരു സ്കീമില്ലല്ലോ നമുക്ക്. അത് ഗുഡ്സിന്റെ കാര്യത്തിലുണ്ട്, തുണിയുടെ കാര്യത്തിലുണ്ട്. നമ്മൾ ഫുഡ് അധികമായിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഹോൾസെയിൽ ആയിട്ട് നമുക്ക് പൈസ കുറച്ച് തരും. ഫുഡിന്റെ കാര്യത്തിൽ, ഗുഡ്സിന്റെ കാര്യത്തിൽ ഹോൾസെയിൽ ഒക്കെയാണ്. പക്ഷേ സർവീസിന്റെ കാര്യത്തിൽ എന്തില്ല? ഹോൾസെയിൽ സർവീസുകളില്ല. ഓക്കെ, സർവീസ് എപ്പോഴും റീറ്റെയിൽ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ. മനസ്സിലായോ? സർവീസ് സെക്ടർ ഫുള്ളി റീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിൽ ഗുഡ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? എന്തുകൊണ്ടാണ് എന്നുള്ള കാരണം നിങ്ങൾ മനസ്സിലാക്കണം. ദെൻ കോസസ് ഓഫ് ഇൻഫ്ലേഷൻ ഞാൻ പറഞ്ഞു, ഒരുപാട് കാരണങ്ങളുണ്ട്. 2 കാരണങ്ങളായിട്ട് ചുരുക്കാം. എന്തൊക്കെയാണ്? ഡിമാൻഡ് സൈഡിൽ നിന്നുള്ള കാര്യവും സപ്ലൈ സൈഡിൽ നിന്നുള്ള കാര്യമായിട്ട് 2 കാര്യങ്ങളായിട്ട് നമുക്കിത് ചുരുക്കാനായിട്ട് സാധിക്കും. ഇതില് ഡിഫറെന്റ് വേറെ എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട്? ഞാൻ പറഞ്ഞു പെട്രോളിന്റെ പൈസ കൂടാനായിട്ടുള്ള ഒരു കാരണം പറഞ്ഞു. ഇന്റർനാഷണൽ മാർക്കറ്റിൽ യുദ്ധം നടക്കുകയാണ്, യുദ്ധത്തിന്റെ കാരണം കൊണ്ട് ഉണ്ടാകും. ദെൻ വേറൊരു കാരണം പറഞ്ഞേ, നമ്മളുടെ മൊണേറ്ററി പോളിസീസ്, അതായത് മാർക്കറ്റിലേക്ക് കൂടുതൽ പൈസ റിസർവ് ബാങ്ക് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ ഇൻഫ്ലേഷൻ സംഭവിക്കും. മനസ്സിലായോ? നമ്മൾ COVID-19 വന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചേ? COVID-19 വന്നു കഴിഞ്ഞപ്പോൾ ആളുകളുടെ കയ്യിൽ പൈസയൊന്നും ഇല്ലാതെ സിറ്റുവേഷൻ വന്നു. എന്താ സംഭവിച്ചേ? ഒരു പ്രൊഡക്ഷനുകളും നടക്കുന്നില്ല, എല്ലാ പ്രൊഡക്ഷൻ യൂണിറ്റുകളും അടഞ്ഞു കിടന്നു. അപ്പോ എന്താ സംഭവിക്കുന്നത്? ആളുകളുടെ കയ്യിൽ പൈസ കുറവാണ്. അപ്പൊ ഗവൺമെന്റ് എന്ത് തീരുമാനിക്കും? മണി എക്കോണമിയിലേക്ക് പമ്പ് ചെയ്യണം. COVID-19 വന്നു, ആളുകളുടെ കയ്യിൽ പൈസ ഇല്ല, പൈസ എത്തിക്കാനായിട്ടുള്ള പരിപാടികൾ ചെയ്തു. എന്താണെന്ന് പൈസ എത്തിക്കാനുള്ള പരിപാടികൾ ചെയ്തേ? ആത്മനിർഭർ ഭാരത് അങ്ങനെയുള്ള ഡിഫറെന്റ് സ്കീമുകൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് ഇൻഫ്രാസ്ട്രക്ചറൽ സ്കീമുകൾ, അങ്ങനെ ഡിഫറെന്റ് സ്കീമുകൾ 2020-21 കാലഘട്ടങ്ങളിൽ ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പോൾ കൂടുതൽ പൈസ എക്കോണമിയിലേക്ക് എത്തിക്കാനായിട്ടുള്ള സംരംഭം ചെയ്തു. അതിന്റെ എഫക്റ്റ് ആയിട്ട് എന്ത് സംഭവിച്ചു? അവിടെ ഇൻഫ്ലേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. കാരണം കൂടുതൽ പൈസ എപ്പോൾ എത്തുന്നോ അപ്പോ ഇൻഫ്ലേഷൻ സംഭവിക്കും. മനസ്സിലായോ? പക്ഷെ ആ ഇൻഫ്ലേഷൻ എങ്ങനെയാണ്? അത് ടാർഗറ്റഡ് ഇൻഫ്ലേഷൻ ആയിരുന്നു. ടാർഗറ്റഡ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഇൻഫ്ലേഷൻ ആയിരുന്നു. അത് കാരണം എന്താ സംഭവിച്ചേ? അത് കാരണം നമുക്ക് അത് കൺട്രോൾ ചെയ്ത് പിടിച്ചു വെക്കാനായിട്ട് പറ്റി. കാരണം പൈസ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ വരും. അപ്പൊ മോണിറ്ററി പോളിസീസ് ഫാക്ടേഴ്സ് ആവില്ലേ? ദെൻ വേറെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആവും? ഈവൻ മഴ പെയ്താൽ പോലും ഓൾമോസ്റ്റ് എവറിത്തിങ് വിൽ അഫക്ട് ദ ഇൻഫ്ലേഷൻ. ഓക്കെ, മഴ പെയ്തു കഴിഞ്ഞാൽ മൺസൂൺ മഴ പെയ്തു, കൃഷി നാശം സംഭവിച്ചു. നമ്മളുടെ ഉത്തർപ്രദേശിലും ബീഹാറിലുമുള്ള കർഷകരുടെ തക്കാളികളെല്ലാം മഴയത്ത് ഒലിച്ചുപോയി. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അപ്പോ തക്കാളിയുടെ വില മാർക്കറ്റിൽ ഇടിച്ചുകൂടും. 10 രൂപയായിരുന്ന 1 കിലോ 10 രൂപയായിരുന്ന തക്കാളി 40 രൂപയിലേക്ക് കയറും. മനസ്സിലായോ? സോ ടൊമാറ്റോയുടെ മാർക്കറ്റ് പ്രൈസ് ജനറൽ പ്രൈസ് ലെവലിൽ നിന്ന് ഇൻക്രീസ് ആയി, വിച്ച് മീൻസ് ഇൻഫ്ലേഷൻ ഹാപ്പൻസ് ദർ. ഓക്കെ,
സോ അത് എന്ത് ഇൻഫ്ലേഷൻ ആണ് പറഞ്ഞേ? ഉത്തരം പറഞ്ഞേ, അത് എന്ത് ഇൻഫ്ലേഷനാണ്? തക്കാളി കർഷകരുടെ ആം, ആം, എന്ത് സംഭവിച്ചു? തക്കാളി കർഷകരുടെ തക്കാളിയെല്ലാം മൺസൂൺ മഴ കാരണം നശിച്ചു പോയി. അത് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ ആണോ, ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ആണോ? എന്താ മനസ്സിൽ വരുന്നേ? കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ ആണ്. കാരണം എന്താ? സപ്ലൈ സൈഡിലല്ലേ, പ്രൊഡ്യൂസറുടെ സൈഡിലല്ലേ പ്രശ്നം പറ്റിയത്. ആളുകള്, അതായത് കൺസ്യൂമേഴ്സ് പ്രൈസ് കൂടിയത് കാരണം, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ പോക്കറ്റിലുള്ള പൈസ കൂടിയത് കാരണമല്ലല്ലോ ആ ഇൻഫ്ലേഷൻ സംഭവിച്ചേ. കാരണം റോ മെറ്റീരിയൽ ആയിട്ടുള്ള തക്കാളി മഴ കാരണം നശിച്ചു പോയി. സോ അത് കോസ്റ്റ് ഫാക്ടറാണ്, അതിന്റെ കോസ്റ്റിനെ ഡയറക്ട്ലി അഫക്ട് ചെയ്യുന്ന ഫാക്ടറാണ്. അത് കാരണം അത് കോസ്റ്റ് ഇൻഫ്ലേഷൻ, കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ, കോസ്റ്റ് പുഷ് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ഇൻഫ്ലേഷൻ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ നമുക്ക് നെക്സ്റ്റ് കാര്യങ്ങളിലേക്ക് പോകാം. ചില പോയിന്റുകൾ കൂടിയിട്ട് ഇതിൽ മനസ്സിലാക്കാനുണ്ട്, ചില എക്കോണമിക്കൽ ടേം നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാനായിട്ടുണ്ട്. ഒന്നാമത്തെ ടേമാണ് ഞാൻ സ്ലൈഡിൽ കൊടുത്തിട്ടില്ല, കേട്ടിരിക്കുക, അറിയാൻ പാടില്ലാത്തവർ എഴുതി വെക്കുക. ഒന്നാമത്തെ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് ലൈൻ ഇൻഫ്ലേഷൻ. എന്താണ് ഈ ഹെഡ് ലൈൻ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ഞാൻ പറഞ്ഞു ഓരോ സാധനത്തിനും ഇൻഫ്ലേഷനുകളുണ്ട്. ഓരോ ഫുഡിനും, പൊറോട്ടയ്ക്കുണ്ട്, നമ്മളുടെ കുഴിമന്തിക്ക് ഇൻഫ്ലേഷൻ ഉണ്ട്, വേറെ എന്താണ്, പച്ചക്കറികൾക്കുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും, കാറുകളുടെ വിലയിൽ ഇൻഫ്ലേഷൻ ഉണ്ട്. അങ്ങനെ ഓരോ ഇൻഡസ്ട്രി സ്പെസിഫിക്കും ഓരോ സെക്ടർ സ്പെസിഫിക്കുമായിട്ടുള്ള ഇൻഫ്ലേഷനുകളുണ്ട്. ഈ ഇൻഫ്ലേഷനുകളെ എല്ലാം കൂടിയുള്ള ഒരു ടേമാണ് ഹെഡ് ലൈൻ ഇൻഫ്ലേഷൻ. അതായത് രാജ്യത്തുള്ള എല്ലാ പ്രൊഡക്റ്റുകൾക്കും സംഭവിക്കുന്ന ഇൻഫ്ലേഷനുകളെ, അതായത് പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടേർഷ്യറി സെക്ടർ, ഇങ്ങനെയുള്ള സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ളതും ദെൻ ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടുള്ള എല്ലാ ഇൻഫ്ലേഷനുകളും കൂടി അഗ്രിഗേറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലേഷൻ ആണ് എന്ത് ഇൻഫ്ലേഷൻ? ഹെഡ് ലൈൻ ഇൻഫ്ലേഷൻ. മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ ഈ ഹെഡ് ലൈൻ ഇൻഫ്ലേഷനെ കുറിച്ചിട്ടായിരിക്കും പറയുന്നത് മോസ്റ്റ് ഓഫ് ദി ടൈം. ഓക്കെ, ദെൻ രണ്ടാമത്തെ ഒരു ടൈം ഉണ്ട്, ഫുഡ് ഇൻഫ്ലേഷൻ. ഫുഡ് ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള കാര്യങ്ങളിലുള്ള ഇൻഫ്ലേഷനെയാണ് ഫുഡ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇന്നത്തെ ന്യൂസ് എന്താ? ഈസിങ് ഫുഡ് പ്രൈസ് ഡ്രൈവ്സ് ഇൻഫ്ലേഷൻ ഡൗൺ. അതായത് ഇന്ത്യയിലെ ഫുഡ് ഇൻഫ്ലേഷൻസ് കുറയുകയാണ്. ഇന്ത്യയിലെ ഫുഡ് ഇൻഫ്ലേഷൻസ് കുറയുകയാണ്. ഓക്കെ, കാരണം എന്താ? ഫുഡ് പ്രൈസുകൾ ഫ്ലക്ച്വേറ്റ് ആവാതെ അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, ചെറിയ ഇൻഫ്ലേഷനുകൾ ഉണ്ടാവും, ഒരു 2%. നമ്മളുടെ ഇൻഫ്ലേഷൻ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4+or-2 ആണ്. അതായത് 6% വരെ നമ്മളുടെ ഇൻഫ്ലേഷൻ എത്താം, അല്ലെങ്കിൽ 2% വരെ താഴെ പോകാം. ഇതുള്ളതാണ് നമ്മളുടെ ഇൻഫ്ലേഷന്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ചെറിയ ഇൻഫ്ലേഷനുകൾ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടാകും. ഓക്കെ, നമ്മൾ എന്താ പറഞ്ഞു? ഹെഡ് ലൈൻ ഇൻഫ്ലേഷൻ എന്താണെന്ന് പറഞ്ഞു, ദെൻ ഫുഡ് ഇൻഫ്ലേഷൻ എന്താണെന്ന് പറഞ്ഞു. ദെൻ അടുത്ത ടേം കോർ ഇൻഫ്ലേഷൻ. കോർ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഹെഡ്ലൈൻ ഇൻഫ്ലേഷനിൽ നിന്ന് നമ്മളുടെ ഈ ഫുഡ് ആൻഡ് പെട്രോളിയം പ്രൊഡക്ട്സിനെ അങ്ങോട്ട് ഒഴിവാക്കും. മനസ്സിലായോ? ഈ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രൊഡക്റ്റുകളുടെയും ഇൻഫ്ലേഷനെയാണ്, ടോട്ടൽ അംബ്രലയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമ്മൾ ഫുഡിനെയും പെട്രോളിയം പ്രൊഡക്ട്സിനെയും ഒഴിവാക്കും. കാരണം എന്താ? അത് ഹൈലി ഫ്ലക്ച്വേറ്റിംഗ് ആണ്, എപ്പോൾ വേണമെങ്കിലും മാറാം. എല്ലാ തരം ഫാക്ടേഴ്സും ഈ ഫുഡിനെ അഫക്ട് ചെയ്യും, അല്ലെങ്കിൽ പെട്രോളിയം പ്രൊഡക്ട്സിനെ അഫക്ട് ചെയ്യും. സോ ഈ രണ്ട് കാര്യങ്ങളെയും നമ്മൾ ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്ന കോർ ഏരിയയിലുള്ള ഇൻഫ്ലേഷനുകളെയാണ് കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കോർ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ആൻഡ് പെട്രോളിയം പ്രൊഡക്ട്സിനെ ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളിലുള്ള ഇൻഫ്ലേഷനെയാണ് ഈ കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ കോർ ഇൻഫ്ലേഷൻ കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കേണ്ടത്? അതായത് ഫുഡും പെട്രോളിയം ഒഴിച്ച് ബാക്കിയുള്ള പ്രൊഡക്റ്റുകളുടെ ഇൻഫ്ലേഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ ആ ഇൻഫ്ലേഷൻ ഇംപ്ലിക്കേറ്റ് ചെയ്യുന്നത് ലോങ് ടേം ഇൻഫ്ലേഷനെ ആയിരിക്കും. കോർ ഇൻഫ്ലേഷൻ ഇംപ്ലിക്കേറ്റ് ചെയ്യുന്നത് ലോങ് ടേം ഇംപ്ലിക്കേഷനുകളെ ആയിരിക്കും. മനസ്സിലായോ? ഫുഡ് ഇൻഫ്ലേഷൻ കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഷോർട്ട് ടേം ഇൻഫ്ലേഷനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, തക്കാളിയുടെ വില കൂടുന്നു. തക്കാളി ഒരു വർഷത്തില് എപ്പോഴും തക്കാളിയുടെ വില കൂടുമോ? നിങ്ങൾ പച്ചക്കറി വാങ്ങിക്കാനായിട്ട് മാർക്കറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഇല്ല, കൂടില്ല. ചില സമയങ്ങളിൽ, അതായത് ഷോർട്ട് ടൈം പീരീഡിലേക്കായിരിക്കും ഈ ഫുഡ് ഇൻഫ്ലേഷനുകൾ സംഭവിക്കുക. അത് എല്ലാ കണ്ടീഷനുകളും ഒത്തു വന്നു കഴിഞ്ഞാൽ അത് കുറയുകയും ചെയ്യും. പക്ഷേ കോർ ഇൻഫ്ലേഷൻ അങ്ങനെയല്ല. കോർ ഇൻഫ്ലേഷൻ കൂടുന്നുണ്ടെങ്കിൽ എക്കോണമിയിൽ കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. ഓക്കെ,
എക്കോണമിയിൽ കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട്, എന്തോ പ്രൊഡക്ഷൻ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ആർട്ടിക്കിളിലേക്ക് പോകാം. സെക്കൻഡ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ഗവർണർ. കേരള കാൺ സ്റ്റോപ്പ് കേരള ഫ്രം വിഡ്രോയിങ് ഇറ്റ് കേസ് അഗെയിൻസ്റ്റ് ഗവർണർ. അതായത് സദേൺ സ്റ്റേറ്റുകളിൽ, പെർട്ടിക്കുലർലി നോൺ BJP സ്റ്റേറ്റുകളിൽ ഗവർണേഴ്സ് ചില കുഴപ്പങ്ങളൊക്കെ ഒപ്പിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ തമിഴ്നാട്, കേരള. സോ ഇവര് ഈ ബില്ലുകൾ നിയമമാക്കാനായിട്ട് വിടാതെ ഇവര് പിടിച്ചു വെക്കും. അതിനുള്ള ചില അധികാരങ്ങൾ ഗവർണറിന് കൊടുത്തിട്ടില്ല, ഡിറൈവ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. സോ ആ ലൂപ്പ് ഹോളുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഗവർണേഴ്സ് ഈ നിയമങ്ങൾ ബില്ലാകാതെ പിടിച്ചു വെക്കും. അപ്പോ കോടതി ഒരു ദിവസം എടുത്തിട്ട് കുടഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി പറഞ്ഞു, അങ്ങനെ നിങ്ങൾക്ക് അധിക കാലം പിടിച്ചു വെക്കാനായിട്ടുള്ള ഒരു റൈറ്റും ആർക്കും കൊടുക്കുന്നില്ല. ഓക്കെ, നിങ്ങൾ 3 മാസത്തിനുള്ളിൽ നിങ്ങൾ ഒരു ബില്ല് വന്നു കഴിഞ്ഞാൽ അതിനെ നിയമമാക്കി മാറ്റണം, അല്ലെങ്കിൽ ഗവർണൻസിന്റെ തടസ്സപ്പെടും. അതായത് സാധാരണ ജനങ്ങൾക്ക് നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നാൽ ലഭിക്കുന്ന അവകാശങ്ങൾ ലഭിക്കാതെ വരും. സോ നമുക്ക് നോക്കാം എന്താണ് ഗവർണറിന്റെ പൊസിഷൻ, എന്താണ് ഈ പെർട്ടിക്കുലർ നിയമത്തിൽ ഗവർണറിനുള്ള അധികാര പരിധികൾ, ബില്ല് നിയമമാകുമ്പോൾ എങ്ങനെയാണ് ഗവർണർ പെരുമാറുന്നത് എന്നെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഗവർണർ ആരാണ്? ഗവർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവർണർ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ആണ്. ഒരു സംസ്ഥാനത്തിന്റെ എക്സിക്യൂട്ടീവ് ഹെഡ് ആണ് നമ്മളുടെ ഗവർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഒരു സംസ്ഥാനത്തിന്റെ തലവൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് ഹെഡ് ആരാണ്? ഗവർണറാണ്. എല്ലാ നിയമങ്ങളും, സംസ്ഥാനത്തിന്റെ എല്ലാ നിയമങ്ങളും പാസ്സാക്കുന്നത് ആരുടെ ഒപ്പോട് കൂടിയിട്ടാണ്? ഗവർണറിന്റെ ഒപ്പോട് കൂടിയിട്ടാണ്. ഗവർണർ സൈൻ ചെയ്താൽ മാത്രമേ ഒരു ബില്ല് നിയമമായിട്ട് പാസ്സാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഗവർണറിന്റെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമുക്കൊന്ന് പറയാം. ആർട്ടിക്കിൾ 153 മുതലാണ്, കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 153 മുതലാണ് ഗവർണറെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ആർട്ടിക്കിൾ 163 മുതൽ 167 വരെയാണ് ഗവർണറുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. സോ ഗവർണറിന്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്? ഒരു ഗവർണർ ആർക്കൊക്കെ ഗവർണർ ആകാം? ആർക്കൊക്കെ ഗവർണേഴ്സ് ആകാം? ഗവർണേഴ്സ് ആകണമെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ബേസിക് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. 35 വയസ്സ് പൂർത്തിയായ ഒരാൾക്ക് മാത്രമാണ് ഗവർണർ ആകാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാവും. അവര് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് പോസ്റ്റുകൾ കൈകാര്യം ചെയ്യാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, ഒരു മിനിസ്റ്റർ ആയിരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു MLA ആയിരിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ആളുകൾ ആയിരിക്കാൻ പാടില്ല. ഓക്കെ, ദെൻ അവർ ഏതെങ്കിലും ഗവൺമെന്റ് സർവീസിൽ ഇരിക്കുന്നവരോ അങ്ങനെയുള്ള ആർക്കും നമ്മളുടെ ഗവർണർ ആകാനായിട്ട് പാടില്ല. ബേസിക് എന്താ ക്വാളിഫിക്കേഷൻ? നമ്മളുടെ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ദെൻ 35 ഇയേഴ്സ് ഓൾഡ് ആയിരിക്കണം. ദെൻ ഗവർണറിന്റെ കാലാവധി എത്ര വർഷം വരെയാണ്? അതിന് മുൻപ് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഒരു ഗവർണർ തന്നെ 1-2 സംസ്ഥാനങ്ങളുടെ ഗവർണർ ആയിരിക്കാനായിട്ട് പറ്റുമോ? ഒരാൾക്ക് തന്നെ ഒന്നിലധികം സംസ്ഥാനങ്ങളുടെ ഗവർണർ ആയിരിക്കാനായിട്ട് പറ്റുമോ? കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഒരു ഗവർണർ, ഇപ്പൊ നമ്മളുടെ ആർലേക്കർ ആണെങ്കിലും അല്ലെങ്കിൽ മുന്നേ ഉണ്ടായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ആണെങ്കിലും ഇവർക്കെല്ലാം ഒന്നിലധികം സംസ്ഥാനങ്ങളുടെ ഗവർണർ ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും. അതായത് കോൺസ്റ്റിറ്റ്യൂഷനിലെ 7th അമെൻഡ്മെന്റ് ആക്ട് പ്രകാരം ഒരു ഗവർണറിന് ഒന്നിലധികം സംസ്ഥാനങ്ങളുടെ ഗവർണർ ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കുന്ന പ്രൊവിഷനാണ് 1956 7th അമെൻഡ്മെന്റ് ആക്ടിലൂടെ നമ്മൾ കൊടുത്തത്. ഓക്കെ, സോ ആ കാര്യം ക്ലിയർ ആയാലോ? ഗവർണറിന് ഒന്നിലധികം സംസ്ഥാനങ്ങളുടെ ഗവർണർ ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. ദെൻ എത്ര വർഷമാണ് ഒരു ഗവർണറിന്റെ കാലാവധി? ഗവർണറുടെ കാലാവധി 5 വർഷമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. 5 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഗവർണർ മാറ്റി ഒന്നില്ലെങ്കിൽ റീ അപ്പോയിന്റ്മെന്റ് ചെയ്യും, അല്ലെങ്കിൽ പുതിയൊരു ഗവർണർ വരും. ഓക്കെ, സോ ഇപ്പൊ നമ്മളുടെ ഗവർണർ ആരാണ്? ആർലേക്കർ ആണ്. ഇതിന് മുൻപേ ഇരുന്ന ആരാണ്? ആരിഫ് മുഹമ്മദ് ഖാൻ ആണ്. ആരിഫ് മുഹമ്മദ് ഖാൻ 5 വർഷം കഴിഞ്ഞപ്പോൾ വേറെ സംസ്ഥാനത്തിലേക്ക് പോയി. ഓക്കെ, ഇപ്പൊ ഇവിടത്തെ 5 വർഷത്തെ ടെനുവർ കഴിഞ്ഞപ്പോ അദ്ദേഹം പോയി. എന്നാൽ ഞാൻ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള UPSC സ്പെസിഫിക് ആയിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ 5 വർഷത്തെ ടെനുവർ സെക്യൂരിറ്റി ഓഫ് ടെനുവർ ആണോ, അല്ലെങ്കിൽ ടേം സെക്യൂരിറ്റി ഓഫ് ടെനുവർ ആണോ? സെക്യൂരിറ്റി ഓഫ് ടെനുവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് നിങ്ങൾ ഒരു പൊസിഷനിൽ അവരോധിതനായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ അവിടെ നിന്ന് മാറ്റണമെങ്കിൽ വെറുതെ മാറ്റാനായിട്ട് പറ്റില്ല. ചില പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യാനായിട്ടുണ്ട്. നിങ്ങളെ അവിടെ നിന്ന് മാറ്റണമെങ്കിൽ ചില പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യാനായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരാളുടെ കാര്യം പഠിച്ചു, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്.
ഹൈക്കോടതി ജസ്റ്റിസിനെയും ചീഫ് ജസ്റ്റിസിനെയും റിമൂവ് ചെയ്യുന്നതിന് ഒരു പ്രത്യേക പ്രൊസീജിയർ ഉണ്ട്. പാർലമെന്റിൽ 100 പേര് സൈൻ ചെയ്യുന്ന ഒരു റെസൊല്യൂഷൻ കൊടുത്തിരിക്കണം. ദെൻ നമ്മളുടെ സ്പീക്കർ അത് അംഗീകരിക്കണം. അംഗീകരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 മെമ്പർ കമ്മിറ്റീനെ വെക്കും. അവർ ഒരു റിപ്പോർട്ട് സമർപ്പിക്കും. ആ റിപ്പോർട്ട് സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സായിരിക്കണം എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. സോ ദർ ഇസ് എ പ്രൊസീജിയർ ടു റിമൂവ് ദ ചീഫ് ജസ്റ്റിസ് ഓർ ജസ്റ്റിസ് ഇൻ ഹൈക്കോർട്ട് ഓർ സുപ്രീം കോടതി. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജസ്റ്റിസുമാരെ റിമൂവ് ചെയ്യുന്നതിന് പ്രത്യേകമായിട്ടൊരു പ്രൊസീജിയർ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും പ്രൊസീജിയർ ഗവർണറിന്റെ കേസിലുണ്ടോ? ഗവർണറിന്റെ കേസിൽ അങ്ങനെ ഒരു പ്രൊസീജിയറും ഇല്ല. മനസ്സിൽ ഉറപ്പിച്ചു വെച്ചോ, അങ്ങനെ ഒരു പ്രൊസീജിയറും ഇല്ല. സോ അവിടെ സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ ഉണ്ടോ? നാളെ പ്രസിഡന്റ് പറയുകയാണ്, ഗവർണറെ മോനെ ഇങ്ങ് പോരും, നിനക്ക് 5 വർഷം കാലാവധിയൊക്കെ ഉണ്ട്, പക്ഷെ നീ നാളെ തുടങ്ങി ഇരിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പൊടിയും തട്ടി ഗവർണർ പൊക്കൊള്ളണം. ഓക്കെ, ഗവർണർ ആ സ്ഥാനത്ത് തുടരാനായിട്ട് എന്തെങ്കിലും സെക്യൂരിറ്റി ഇല്ല. സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ എന്താണെന്ന് മനസ്സിലായോ? ദർ ഈസ് എ പ്രൊസീജിയർ ദാറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ടു റിമൂവ് ദ പൊസിഷൻ ഫ്രം ദം. ഓക്കെ, ഒരു പൊസിഷനിൽ നിന്ന് അവരെ മാറ്റാനായിട്ട് ഒരു പ്രൊസീജിയർ കൃത്യമായിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രൊസീജിയർ ഇവിടെ ഇല്ല. നാളെ വരണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരില്ല, വരണ്ട എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, സോ ആരാണ് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്? പ്രസിഡന്റ് ആണ് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. ആരാണ് റിമൂവ് ചെയ്യുന്നത്? പ്രസിഡന്റ് തന്നെയാണ് റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, ഒരു പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്മെന്റ് ബൈ ലോ ഇല്ല, വിച്ച് മീൻസ് സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ ഇല്ല. ടെന്യൂർ ഉണ്ടോ? ടെന്യൂർ ഉണ്ട്, 5 വർഷത്തേക്ക്. ടേം ഉണ്ട് 5 വർഷത്തേക്ക്, പക്ഷേ സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ ഇല്ല. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ ആരാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്? സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. ഞാൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ആരാണ് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും ഹൈക്കോടതി ജഡ്ജിമാരെയും നിയമിക്കുമ്പോൾ ആരാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്? ആ ഗവർണറാണ്. ഏത് സംസ്ഥാനത്തെ ഹൈക്കോടതിയിലേക്കാണോ നിയമിച്ചത് ആ സംസ്ഥാനത്തെ ഗവർണറാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. എന്നാൽ ഗവർണറെ നിയമിക്കുമ്പോൾ ആരായിരിക്കും? പ്രസിഡന്റ് ആയിരിക്കും. സംസ്ഥാനത്തിലല്ലേ നിയമിക്കുന്നത്. അപ്പോൾ സംസ്ഥാനത്തിന്റെ ഹൈക്കോടതിയുടെ അധ്യക്ഷനാണ് എന്ത്? സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, ദെൻ ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഓഫ് ഗവൺമെന്റ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്താണ് ഇവിടുത്തെ പ്രശ്നം? നമ്മൾ ഗവർണറിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാക്കി. എങ്ങനെയാണ് വരുന്നത്, ആ പൊസിഷൻ വരുന്നത്, ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 153 മുതലാണ് ഗവർണറെ കുറിച്ച് പറയുന്നത്. ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം, ഓത്ത് ഓഫ് ഓഫീസ് എന്തായിരിക്കണം, സെക്യൂരിറ്റി ഓഫ് ടെന്യൂറിനെ കുറിച്ച് മനസ്സിലാക്കി, ടേമിനെ കുറിച്ച് മനസ്സിലാക്കി, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഒരു ഗവർണർ തന്നെ 7th അമെൻഡ്മെന്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഒരു ഗവർണറിന് തന്നെ ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ ഗവർണറായിട്ട് ഇരിക്കാനായിട്ട് അതുവഴി സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് കേസിലേക്ക് വരാം. ഒരു നിയമം എങ്ങനെയാണ് സംസ്ഥാനത്ത് പാസ്സാവുന്നത്? ഒരു നിയമം പാസ്സാകുന്നത് ബില്ലുകൾ ലോ ആവുമ്പോഴാണ് ഒരു നിയമം പാസ്സാകുന്നത്. അതായത് ഒരു ബില്ല് നമ്മളുടെ നിയമസഭയിൽ അവതരിപ്പിക്കും, അത് ഭൂരിപക്ഷാനുപാതത്തിൽ പാസ്സായിട്ട് ഗവർണർ ഒപ്പിട്ട് കഴിഞ്ഞാൽ മാത്രമാണ് ഒരു നിയമം പാസ്സാകുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ബില്ല് ഗവർണറിന്റെ അടുത്തേക്ക് വന്നു കഴിയുമ്പോൾ ഗവർണറിന് 3 കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഇമ്പോർട്ടന്റ് ആണ്, കേട്ടിരിക്കുക. 3 കാര്യങ്ങൾ ഗവർണറിന് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? ഒന്നാമത്തെ കാര്യം, അതിൽ ഒപ്പുവെക്കാം. ഓക്കെ, ഒന്നാമത്തെ കാര്യം അതിൽ ഒപ്പുവെക്കാം. രണ്ടാമത്തെ കാര്യം അതിൽ ഒപ്പുവെക്കാതിരിക്കാം. ഒബീവസ് ആണല്ലോ. ഒന്നാമത്തെ കാര്യം ഒപ്പുവെക്കാം, രണ്ടാമത്തെ കാര്യം ഒപ്പുവെക്കാതിരിക്കാം. മൂന്നാമത്തെ കാര്യം, ഇത് ഫർദർ ചർച്ചകൾക്ക് വേണ്ടിയിട്ട് പ്രസിഡന്റിന് വേണ്ടിയിട്ട് കൊടുക്കാം. പ്രസിഡന്റ് ഒപ്പുവെക്കാനായിട്ട് അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ കൺസിഡറേഷന് വേണ്ടിയിട്ട് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഗവർണറിന് ചെയ്യാനായിട്ട് പറ്റുക. ഒന്ന്, ഹി വിൽ അസെന്റ് ദ ബിൽ. ബില്ലിൽ വേണമെങ്കിൽ അസെന്റ് ഒപ്പുവെക്കാം, ശരി എന്ന് പറഞ്ഞിട്ട് ഒപ്പുവെക്കാം. അസെന്റ് ചെയ്താൽ എന്ത് പറ്റും? ആ ബില്ല് ലോ ആയിട്ട് മാറും. ബിൽ ബിക്കം ആൻ ലോ ഓർ ആൻ ആക്ട്. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്താണ്? വിത്ത്ഹോൾഡ് ഹിസ് അസെന്റ്. അസെന്റ് ചെയ്യാണ്ട്, ഒപ്പുവെക്കാണ്ട് അത് വിത്ത്ഹെൽഡ് ചെയ്യാം, അപ്ഹോൾഡ് ചെയ്യാം. ഓക്കെ, സോ ആ സമയത്ത് അത് നിയമമായിട്ട് മാറില്ല. ദെൻ പ്രസിഡന്റിന്റെ കൺസിഡറേഷന് വേണ്ടിയിട്ട് വെക്കാം. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ, ഈ 3 കാര്യങ്ങളിൽ നിന്നും കോൺസ്റ്റിറ്റ്യൂഷൻ ഡിറൈവ് എടുത്ത കാര്യങ്ങളാണ് വീറ്റോ പവേഴ്സ് ഓഫ് പ്രസിഡന്റ് ആൻഡ് ഗവർണർ. അതായത് ഒരു നിയമം പാസ്സാകുന്ന കാര്യങ്ങളിൽ നമ്മളുടെ ഗവർണറിനും പ്രസിഡന്റിനുമുള്ള അധികാരങ്ങളെയാണ് എന്ത് പറയുന്നത്? വീറ്റോ പവേഴ്സ് എന്ന് പറയുന്നത്. എന്ത് പറയുന്നത്? വീറ്റോ പവേഴ്സ്. വീറ്റോ ചെയ്യാനുള്ള അധികാരം. ഒന്നില്ല അവർക്ക് അസെന്റ് ചെയ്യാം,
അസെന്റ് ചെയ്യാതിരിക്കുന്ന കാലഘട്ടങ്ങളിൽ 3 വീറ്റോസ്, പെർട്ടിക്കുലർലി 4 വീറ്റോസ് അവർക്കുണ്ട്. വീറ്റോ പവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വീറ്റോ എന്ന് പറയുന്നത് കേട്ടിരിക്കുക. ഫസ്റ്റ് വീറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സല്യൂട്ട് വീറ്റോ. കേൾക്കാത്തവര് എഴുതി വെക്കുക. അബ്സല്യൂട്ട് വീറ്റോ. അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് സൈൻ ചെയ്യാണ്ടത് വിത്ത് ഹെൽഡ് ചെയ്യും. അതായത് ഗവർണർ ഓർ ദ പ്രസിഡന്റ് വിൽ വിത്ത് ഹെൽഡ് ഹിസ് അസെന്റ്. അപ്പൊ എന്താ സംഭവിക്കുക? അസെന്റ് വിത്ത് ഹെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ബില്ല് ആക്ട് ആയിട്ട് മാറില്ല, ബില്ല് നിയമമാവില്ല. അവിടെ ആ ബില്ലിന്റെ കാലാവധി കഴിഞ്ഞു. ഓക്കെ. ദെൻ രണ്ടാമത്തെ വീറ്റോയാണ്, രണ്ടാമത്തെ വീറ്റോ പവർ ആണ് സസ്പെൻസീവ് വീറ്റോ. രണ്ടാമത്തെ വീറ്റോ പവർ എന്താണ്? സസ്പെൻസീവ് വീറ്റോ. സസ്പെൻസീവ് വീറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബില്ല് ആക്ട് ആയിട്ട് മാറാനായിട്ട് ഗവർണറുടെ മുന്നിൽ ഒപ്പിടാനായിട്ട് കൊണ്ടുവന്നു. അപ്പൊ ഗവർണർ എന്ത് ചെയ്യും? ഗവർണർ പറയും, നിങ്ങൾ നിയമസഭ ഇതൊന്ന് പുനർപരിശോധിക്കണം. അപ്പൊ ഞാൻ ഇതൊന്ന് തിരിച്ചയക്കുകയാണ്, ഞാൻ ഒപ്പിടും, പക്ഷെ നിങ്ങൾ ഇതൊന്ന് പുനർപരിശോധിക്കണം. അങ്ങനെ പുനർപരിശോധിക്കാനായിട്ട് തിരിച്ചയക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സസ്പെൻസീവ് വിറ്റോ. ഓക്കെ. സസ്പെൻസീവ് വിറ്റോ പാർലമെന്റിന് അല്ലെങ്കിൽ നിയമസഭയുടെ സ്റ്റേറ്റിന്റെ കാര്യത്തിൽ നിയമസഭയിലേക്ക് തിരിച്ചയച്ച് വീണ്ടും ചർച്ച ചെയ്യാൻ ആവശ്യപ്പെടുന്നതിനെയാണ് സസ്പെൻസീവ് വിറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ മൂന്നാമതൊരു വിറ്റോ ഉണ്ട്. മൂന്നാമത്തെ വിറ്റോയാണ് പോക്കറ്റ് വിറ്റോ. അതായത് ഒരു ബില്ല് നിയമസഭയിൽ ആക്ട് ആവാനായിട്ട് ഗവർണറുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഗവർണർ എന്ത് ചെയ്യും? ഗവർണർ ആ ബില്ല് മടക്കിയിട്ട് പോക്കറ്റിലിടും. എന്താ പോക്കറ്റിലിടുന്നത്? അത് അസെന്റ് ചെയ്യുന്നുമില്ല, എന്നാൽ വിത്ത് ഹെൽഡ് ചെയ്യുന്നു എന്ന് പറയുന്നുമില്ല. അതായത് ആ ബില്ലിന്റെ മുകളിൽ കയറിയിട്ട് ഗവർണർ അടയിരിക്കും. ഓക്കെ. പോക്കറ്റിലേക്ക് കൊണ്ടുവന്ന് ആ ബില്ല് ഇടും. സോ എന്തായിരിക്കും അവർ പറയുന്നത്? അവര് ചിലപ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കൂടുതൽ നിർദ്ദേശങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് ഇങ്ങനെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ അതിന്റെ കാലാവധി ഇങ്ങനെ നീട്ടിവെച്ചുകൊണ്ടിരിക്കും. ഓക്കെ. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ലൂപ്പ് ഹോൾ എന്ന് പറയുന്നത് എത്ര സമയത്തിനുള്ളിൽ നമ്മളുടെ പ്രസിഡന്റും ഗവർണറും ഒരു നിയമത്തിൽ ഒപ്പിടണം എന്ന് കൃത്യമായിട്ട് പറയുന്നില്ല. ആ ഒരു ലൂപ്പ് ഹോളിനെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ടാണ് എന്ത് നടന്നേ? ഈ പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ കണ്ടുപിടിച്ചത്. സോ ഇറ്റ്സ് എ ലൂപ്പ് ഹോൾ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ നമ്മളുടെ വീറ്റോ പവേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ലൂപ്പ് ഹോൾ ആണ്, പെർട്ടിക്കുലർലി നമ്മളുടെ പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത്. സോ അതിൽ കയറിയിട്ട് നമ്മളുടെ ബില്ലിൽ കയറിയിട്ട് അടയിരിക്കും. ഒന്നും ഞങ്ങൾ ഒപ്പിടുന്നില്ല എന്നും പറയുന്നില്ല, ഒപ്പ് ഇട്ട് നമ്മളൊരു നിയമമാക്കാന്നും പറയുന്നില്ല, അതിൽ കയറിയിട്ട് അടയിരിക്കും. അങ്ങനെ പല സ്റ്റേറ്റുകളിലും ഈ പോക്കറ്റ് വീറ്റോ പ്രയോഗിക്കാനായിട്ട് തുടങ്ങി, അല്ലെങ്കിൽ അത് വിത്ത് ഹെൽഡ് ചെയ്യാനായിട്ട് തുടങ്ങി, അസെന്റ് ചെയ്യാണ്ട് അതിങ്ങനെ പിടിച്ചു വെക്കാനായിട്ട് തുടങ്ങി. അത് കോടതിയിലേക്ക് പോയി. എവിടെയാണ് കോടതിയിലേക്ക് പോയത്? നമ്മളുടെ തമിഴ്നാട് സർക്കാരും അന്നത്തെ ഗവർണർ ആയിരുന്നിട്ടുള്ള ആളും തമ്മിൽ പ്രശ്നമായി അവിടെ. അതായത് ഇവരുടെ തമിഴ്നാട് ഗവൺമെന്റ് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ നിയമങ്ങളും ഇങ്ങനെ വിത്ത് ഹെൽഡ് ചെയ്യാനായിട്ട് തുടങ്ങി. നിയമം പാസ്സാക്കാണ്ട് അവരുടെ രാജ്യത്ത് അല്ലെങ്കിൽ അവരുടെ സംസ്ഥാനത്ത് എന്തെങ്കിലും നടക്കുമോ? ഇല്ല. അത് ഒരു ഗവർണൻസ് ഇഷ്യൂ ആയിട്ട് മാറി, അല്ലെങ്കിൽ നയപരമായിട്ടുള്ളൊരു ഇഷ്യൂ ആയി മാറി. സോ സംസ്ഥാനം നേരെ കോടതിയിലേക്ക് പോയി, സുപ്രീം കോടതിയിലേക്ക് പോയി. സുപ്രീം കോടതി എന്ത് പറഞ്ഞു? സുപ്രീം കോടതി ഗവർണറുടെ ചെവിക്ക് പിടിച്ചു. ഗവർണറുടെ ചെവിക്ക് പിടിച്ചിട്ട് പറഞ്ഞു, മോനെ ഗവർണറെ, നീ ചെയ്യുന്നത് തെറ്റാണ്. ഇങ്ങനെ നിയമങ്ങൾ പാസ്സാക്കാതെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഗവർണൻസിന്റെ, അതായത് ഭരണത്തിന്റെ ഒരു നിശ്ചലനമല്ല അവിടെ സംഭവിക്കുന്നത്. സോ നിങ്ങൾക്ക് കൃത്യമായിട്ട്, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ ഒരിക്കലും പാസ്സാക്കാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല, മനസ്സിലായി? ഇതിന്റെ മേലെ കയറി അടയിരിക്കാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. പകരം നിങ്ങൾ എന്താ ചെയ്യേണ്ടേ? നിങ്ങൾ 3 മാസത്തിനുള്ളിൽ ഒരു ബില്ല് പൂർണ്ണമായിട്ടും പാസ്സായിരിക്കണം. അത് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും 3 മാസത്തിനുള്ളിൽ ഒരു ബില്ല് പാസ്സായിരിക്കണം. ഓക്കെ. അതാണ് ഗവർണർ പറഞ്ഞത്. അത് ആദ്യം 1 മാസത്തിനുള്ളിലായിരിക്കണം ടോട്ടൽ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇൻ കേസ് സസ്പെൻസീവ് വിറ്റോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കേണ്ട കാര്യം എപ്പോഴാണ്? 3 മാസം. അതായത് ടോട്ടൽ 3 മാസത്തിനുള്ളിൽ എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞ് ഒരു ബില്ല് ആക്ട് ആയിട്ട് മാറിയിരിക്കണം. ഓക്കെ. ഇതാണ് നമ്മളുടെ സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടു വേഴ്സസ് ഗവർണർ ഓഫ് തമിഴ്നാടു കേസ് 2023 പറഞ്ഞേ. നിങ്ങളുടെ ഗവർണറിന്റെ ചെവിക്ക് പിടിച്ചിട്ട് എന്ത് പറഞ്ഞു? നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഗവർണർ, അതായത് ഭരണത്തിന്റെ ഒരു നിശ്ചലനം അവിടെ സംഭവിക്കും. സോ അത് ഭയങ്കര പ്രശ്നമാണ്. സോ ഈ പ്രശ്നം തന്നെ എവിടെയും വന്നു? കേരളത്തിലും വന്നു. കേരളവും കേസിന് പോയി. അപ്പോ
ഈ വിധി വന്നിട്ട് തമിഴ്നാട് സർക്കാരിന്റെ അനുകൂലിച്ചുകൊണ്ടുള്ള ഈ വിധി വന്നിട്ട് അധിക കാലമായിട്ടില്ല. മനസ്സിലായോ? സോ ആ വിധി കേരളത്തിലും പ്രാബല്യം ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് കേരളം കൊടുത്തിരുന്ന കേസുകളെല്ലാം വിഡ്രോ ചെയ്തു. കാരണം സുപ്രീം കോടതി ഒരു നിയമം പാസ്സായി കഴിഞ്ഞാൽ അത് ഇന്ത്യയിൽ ഉടനീളം പ്രാബല്യത്തിലുണ്ട്. അതുകൊണ്ട് ആ നിയമം ഇനി സുപ്രീം കോടതി അതിനെ റിവ്യൂ ചെയ്യുന്നത് വരെ കറന്റ് എങ്ങനെയാണോ 3 മാസം എന്നുള്ള കാലാവധി കേരളത്തിലും ആപ്ലിക്കബിൾ ആണ് എന്നാണ് കേരള ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ വാർത്ത. ഓക്കെ, ആ വാർത്തയ്ക്ക് പിന്നിലുള്ള ചരിത്രം നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് ഒരു ബില്ല് പാസ്സാകാനായിട്ട് പോകുന്നത്, എന്തൊക്കെ വീറ്റോസ് ഉണ്ട്. അബ്സല്യൂട്ട് വീറ്റോ ഉണ്ട്. അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓർത്തെ, മറന്നുപോയെന്ന് എനിക്കറിയാം. അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യുന്നില്ല, വിത്ത് ഹെൽഡ് ചെയ്യുന്നു, അസെന്റ് ചെയ്യാണ്ട് അവിടെ തന്നെ വെക്കുന്നു. സോ ആ ബില്ലിന്റെ ആയുസ് അവിടെ ഒടുങ്ങി അബ്സല്യൂട്ട് വീറ്റോ ചെയ്ത് കഴിഞ്ഞാൽ. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? സസ്പെൻസീവ് വീറ്റോ ചെയ്യും. ഞാൻ ഒപ്പിടാം, കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ ഇതൊന്ന് റീകൺസിഡർ ചെയ്യണം. ഓക്കെ, അതാണ് സസ്പെൻസീവ് വീറ്റോ. ദെൻ വേറെ ഏതാ വീറ്റോ ഉള്ളത്? ദെൻ നമ്മളുടെ പോക്കറ്റ് വീറ്റോ. ഒന്നും ചെയ്യുന്നില്ല, അടയിരിക്കാനായിട്ട് പോക്കറ്റിന്റെ ഉള്ളിൽ ഇങ്ങനെ മടക്കി അങ്ങനെ വെക്കുന്നു. ഇതാണ് പോക്കറ്റ് വീറ്റോ. ഓക്കെ, അവര് അതിനുമേൽ അടയിരിക്കുകയാണ്, വേറെ ഒന്നും ചെയ്യുന്നില്ല. ഏത് ലൂപ്പ് ഹോൾ യൂസ് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്? അതായത് ടൈം ലിമിറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നില്ല. ആസ് സൂൺ ആസ് പോസിബിൾ, അല്ലെങ്കിൽ അവരുടെ ടൈമിനനുസരിച്ച് മാത്രം ചെയ്താൽ മതി എന്നുള്ളൊരു ലൂപ്പ് ഹോള് കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. ഓക്കെ, ഇത്ര ടൈമിനുള്ളിൽ ഒരു ബില്ല് പാസ്സാക്കണമെന്നൊരു നിയമം ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ആര് ചെവിക്ക് പിടിച്ചു? സുപ്രീം കോടതി ചെവിക്ക് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു 3 മാസം അതിനുള്ളിൽ തീർത്തോളണം പരിപാടികളെല്ലാം എന്നാണ് സുപ്രീം കോടതിയുടെ പുതിയ ഓർഡർ. അതൊരു നിയമമായിട്ടൊന്നും പാസ്സായിട്ടില്ല, പക്ഷെ ഒരു ജഡ്ജ്മെന്റ് ഓർഡർ ആയിട്ട് മാത്രമേ ഇപ്പൊ നിലനിൽക്കുന്നുള്ളൂ. എല്ലാ സംസ്ഥാനങ്ങളും അത് പാലിക്കണം എന്നുമില്ല. അതൊരു നിയമമാകുന്നത് വരെ അതൊരു സുപ്രീം കോടതി ഓർഡർ ഈസ് ഓൾസോ എ ലോ, പക്ഷെ ഒരു ആക്ട് ആയിട്ട് മാറിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നിയമസാധുതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമസാധുതയുണ്ട്, പക്ഷെ പ്രാബല്യത്തിൽ വന്നൊരു നിയമമായിട്ട് മാറിയിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ഇതാണ് ഗവർണർ ആൻഡ് നമ്മളുടെ സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ടുള്ള ചെറിയ ചെറിയ ഇഷ്യൂസ്. ഗവർണർ ഒരു വലിയൊരു ടോപ്പിക്കാണ്, അതിന്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ പറഞ്ഞു പോയിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. തേർഡ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു കാസിരംഗ നാഷണൽ പാർക്ക്. ഈ കാസിരംഗ നാഷണൽ പാർക്കിനെ കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ മാസം ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് പൊടി തട്ടിയെടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇത് എക്കോളജി ആൻഡ് എൻവിറോൺമെന്റ് പാർട്ടിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഈ നാഷണൽ പാർക്ക് റിലേറ്റഡ് ആയിട്ട്. ഇന്ത്യയിൽ ഒരുപാട് നാഷണൽ പാർക്കുകളുണ്ട്. ഇതെല്ലാം നമുക്ക് ഒറ്റ ദിവസം രാവിലെ ഇരുന്നിട്ട് പഠിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. സോ പത്രത്തിൽ വരുന്ന നാഷണൽ പാർക്കുകൾ ഏതാണ്? ഒരു നാഷണൽ പാർക്കിനെ കുറിച്ചിട്ട് പത്രത്തിൽ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ ഇന്ത്യൻ അറ്റ്ലസ് എടുത്തിട്ട് ആ മാപ്പ് എവിടെയാണ് അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്താണ്, അതിനോട് ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങൾ നമ്മൾ പഠിച്ച് പോവുക എന്നുള്ളതാണ് ഈ നാഷണൽ പാർക്ക് റിലേറ്റഡ് ആയിട്ടും ഇങ്ങനെയുള്ള ഏരിയാസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ട്രാക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കാസിരംഗ നാഷണൽ പാർക്കിനെ കുറിച്ച് നോക്കാം. കാസിരംഗ നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അസമിലാണ് കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അസമിൽ ഏകദേശം ഒരു സെൻട്രലായിട്ടാണ് കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അവിടുത്തെ പ്രത്യേകത എന്താണ്? അവിടെ വൺ ഹോൺഡ് റൈനോസിനെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. വൺ ഹോൺഡ് റൈനോ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നാഷണൽ പാർക്കാണ് കാസിരംഗ നാഷണൽ പാർക്ക്. ഓക്കെ, വൺ ഹോൺഡ് റൈനോ മാത്രമല്ല, ഡിഫറെന്റ് സ്പീഷീസുകളുണ്ട്, ഇൻക്ലൂഡിങ് നമ്മളുടെ ടൈഗേഴ്സ് ഉണ്ട്, ദെൻ നമ്മളുടെ എന്താണ് ഡിഫറെന്റ് സ്പീഷീസുകളുണ്ട്, നമ്മളുടെ ടൈഗേഴ്സ്, ദെൻ ക്രോക്കഡൈൽസ്, അങ്ങനെയുള്ള ചില കാര്യങ്ങളെ ഇവരെ പ്രത്യേകമായിട്ട് നമ്മളുടെ ഗാൻജറ്റിക് റിവർ ഡോൾഫിൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം ബ്രഹ്മപുത്ര ഇതിന്റെ അടുത്ത് കൂടിയിട്ടാണ് ഒഴുകുന്നത്. സോ അതുമായി ബന്ധപ്പെട്ട സ്പീഷീസുകളെയും ഇവര് എന്ത് ചെയ്യും? ഇവര് സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ് എന്താണ്? നമ്മളുടെ വൺ ഹോൺഡ് റൈനോ ആണ്. ഓക്കെ, അപ്പൊ കാസിരംഗ നാഷണൽ പാർക്ക് എന്ന് ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കണ്ടേ? ഒന്ന് ആസാമിലാണെന്ന് മനസ്സിലാക്കണം. ദെൻ ഇമ്പോർട്ടന്റ് സ്പീഷീസ് എവിടെയാണ്? ഇമ്പോർട്ടന്റ് സ്പീഷീസ് നമ്മളുടെ വൺ ഹോൺഡ് റൈനോ ആണ്. ഓക്കെ, സോ ഈ നാഷണൽ പാർക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് 1974 നാഷണൽ പാർക്കുകളെല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഏത് ആക്ടിന്റെ അണ്ടറിലാണ്? വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 അണ്ടറിലാണ് നാഷണൽ പാർക്കുകളെല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇത് നാഷണൽ പാർക്ക് മാത്രമല്ല, യുനെസ്കോയുടെ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടിയാണ്. ഓക്കെ, ദെൻ മനസ്സിലാക്കുക, ഇതിന്റെ സെന്ററിൽ കൂടിയത്, അതായത് നമ്മളുടെ ഈ കാസിരംഗ നാഷണൽ പാർക്കിന്റെ നടുവിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ
നമ്മളുടെ കാസിരംഗയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് നദിയാണ്? ഡിഫ്ലു റിവർ. ഡിഫ്ലു റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മപുത്രയുടെ ഒരു കൈവഴിയാണ് ഈ ഡിഫ്ലു റിവർ. സോ ഡിഫ്ലു റിവറും കൂടി ഇതിന്റെ നടുവിലൂടെ ഒഴുകുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. പിന്നെ വേറെ എന്തൊക്കെ നാഷണൽ പാർക്കുകൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ? അസമിനെ കുറിച്ച് കേൾക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട 1-2 നാഷണൽ പാർക്കുകൾ കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ നാഷണൽ പാർക്ക് ഓർക്കുന്നുണ്ട് നിങ്ങൾ? ഒന്ന്, മനസ് നാഷണൽ പാർക്ക് ഉണ്ട്. അസമിൽ തന്നെയുള്ള ഒരു നാഷണൽ പാർക്ക് ഏതാണ്? മനസ് നാഷണൽ പാർക്ക്. ദെൻ വേറെ ഒരു നാഷണൽ പാർക്ക് ഉണ്ട്. ഏതാണ്? ഒറാങ് നാഷണൽ പാർക്ക്. ഒറാങ് നാഷണൽ പാർക്കും മനസ് നാഷണൽ പാർക്കും ദെൻ കാസിരംഗ നാഷണൽ പാർക്ക്. ഇങ്ങനെ 3 നാഷണൽ പാർക്കുകളാണ് അസമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇത് കേൾക്കാത്തവര് ഏത് ഇങ്ങനെയുള്ള 3 നാഷണൽ പാർക്കുകളെ കുറിച്ചിട്ട് കേൾക്കാത്തവർ എന്ത് ചെയ്യണം? ഈ നാഷണൽ പാർക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യുക. എന്നിട്ട് മാപ്പിൽ എവിടെയാണെന്നൊന്ന് നോക്കുക. ഗൂഗിൾ മാപ്പ് പോവുക. അറ്റ്ലസ് എടുത്ത് മറിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർ ഫോൺ എടുക്കുക, ഗൂഗിൾ മാപ്പ് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് കാസിരംഗ നാഷണൽ പാർക്ക് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് നോക്കുക. അല്ലെങ്കിൽ ഗൂഗിൾ ഇമേജസിൽ ഒരു മാപ്പ് എടുത്ത് നോക്കുക, അസമിന്റെ നാഷണൽ പാർക്കുകളുടെ മാപ്പ്. അതിൽ ഡിഫറെന്റ് മാപ്പുകൾ പറയുന്നുണ്ട്. മുകളിലാണെങ്കിൽ എന്തുണ്ട്? ഒറാങ് നാഷണൽ പാർക്ക് ഉണ്ട്. ദെൻ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ എന്തുണ്ട്? മനസ് നാഷണൽ പാർക്ക് ഉണ്ട്. ഡിഫറെന്റ് നാഷണൽ പാർക്കുകൾ ഉണ്ട് കേട്ടോ. വൈൽഡ് ലൈഫ് സാഞ്ചുറീസ് ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് ഉണ്ട്. ഇതിൽ 3 നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? കാസിരംഗ നാഷണൽ പാർക്ക്, ഒറാങ് നാഷണൽ പാർക്ക്, ദെൻ മനസ് നാഷണൽ പാർക്ക്. ഓക്കെ. ദെൻ ഇവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നത് 1 ഹോൺഡ് റൈനോ എന്ന് പറഞ്ഞു. ഏഷ്യാറ്റിക് എലിഫന്റിനെ കുറിച്ചിട്ട് ഏഷ്യാറ്റിക് എലിഫന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഏഷ്യാറ്റിക് വാട്ടർ ബഫലോസ്, ദെൻ റോയൽ ബംഗാൾ ടൈഗർ. ടൈഗർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബംഗാൾ റീജിയൻ മൊത്തമായിട്ട് നമ്മൾ എടുത്തോളൂ. ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ടൈഗറിനെ അവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ് ഏതാണ്? 1 ഹോൺഡ് റൈനോ. ഓക്കെ. ദെൻ ഡിഫറെന്റ് ആയിട്ടുള്ള സ്പീഷീസ് ഉണ്ട്. ഇപ്പോ ഹലോക്ക് ഗിബൺ. ഹലോക്ക് ഗിബൺ പെർട്ടിക്കുലർ ഒരു വൈൽഡ് ലൈഫ് സാഞ്ചുറി അവിടെയുണ്ട്. ആസാമിൽ ഒരു പെർട്ടിക്കുലർ വൈൽഡ് ലൈഫ് സാഞ്ചുറി ഹലോക്ക് ഗിബൺ വൈൽഡ് ലൈഫ് സാഞ്ചുറി. ഗിബൺ വൈൽഡ് ലൈഫ് സാഞ്ചുറി എന്തോ ആണ് അതിന്റെ പേര് വരുന്നത്. ഓക്കെ. അങ്ങനെ ദെൻ ഗാൻജറ്റിക് റിവർ ഡോൾഫിൻ. കാരണം എന്താണ്? ബ്രഹ്മപുത്രയുടെ കൈവഴിയാണ് ഈ ഡിബ്ലു റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. അതുകൊണ്ടാണ് ഈ ഗാൻജറ്റിക് റിവറിനെ അവിടെ എന്ത് ചെയ്യുന്നത്? നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഗാൻജറ്റിക് റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗയിൽ മാത്രം കാണുന്ന ഡോൾഫിൻ ആണ് ഇത്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അതായത് ഡോൾഫിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പറയാണ്, അയ്യോ ബ്രഹ്മപുത്ര എത്തി, ഞാൻ അങ്ങോട്ട് കയറുന്നില്ല, എനിക്ക് ഗാൻജറ്റിക് റിവർ എന്നാണ് എന്റെ പേര്, അതുകൊണ്ട് ഗാൻജറ്റിക് റിവർ ഡോൾഫിൻ എന്നാണ് എന്റെ പേര്, അതുകൊണ്ട് ഞാൻ ബ്രഹ്മപുത്രയിലേക്ക് കയറുന്നില്ല എന്ന് ഏതെങ്കിലും ഡോൾഫിൻ പറയോ? ഇല്ല. ഗംഗ, ബ്രഹ്മപുത്ര റീജിയനുകളിൽ എല്ലാം ഈ ഗാൻജറ്റിക് റിവർ ഡോൾഫിൻ കാണപ്പെടും. ഓക്കെ. അപ്പൊ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ആദ്യമായിട്ട് ഗാൻജറ്റിക് റിവർ ഡോൾഫിൻ എന്ന് പറയുന്നത് ഗംഗയുടെ തീരത്ത് മാത്രമേ ഞങ്ങൾ കാണുള്ളൂ എന്നൊന്നുമില്ല. അത് നമ്മൾ പേരിട്ട് വിളിച്ചിരിക്കുന്നതാണ്. ഗംഗയുടെ തീരത്ത് കൂടുതലായിട്ട് കാണുന്നത് കൊണ്ട് നമ്മൾ അങ്ങനെ പേരിട്ട് വിളിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. സോ കാസിരംഗ നാഷണൽ പാർക്കിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചു. ഓക്കെ. ഇതുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ പഠിച്ചു. എന്താണ്? മനസ് നാഷണൽ പാർക്ക്, ദെൻ ഒറാങ് നാഷണൽ പാർക്ക്. ദെൻ ഇവിടെ ഞാൻ പറഞ്ഞു ഹലോക്ക് ഗിബണിനെ കുറിച്ചിട്ട് അവിടെ ഒരു വൈൽഡ് ലൈഫ് സാഞ്ചുറി കൂടിയുണ്ട്. ഓക്കെ. സോ നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. നെക്സ്റ്റ് ആർട്ടിക്കിൾ നമ്മുടെ എഡിറ്റോറിയൽ റിലേറ്റഡ് ആണ്. എഡിറ്റോറിയൽ റിലേറ്റഡ് ആയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ G7 ഉച്ചകോടി കഴിഞ്ഞിരിക്കുകയാണ്. G7 സബ്മിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞ മാസമായിരുന്നു, ജൂണിലായിരുന്നു നമ്മളുടെ ആ ഉച്ചകോടി നടന്നത്. അതുമായി ബന്ധപ്പെട്ട് പുതിയ ചില ഫോർമേഷനുകൾ വരികയാണ്. എന്താണ് ഈ പുതിയ ഫോർമേഷനുകൾ? പെർട്ടിക്കുലർലി അമേരിക്കയുടെ ആധിപത്യം കുറഞ്ഞിരിക്കുകയാണ്. അമേരിക്ക ടാക്സ് റിജീമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത കഥ നമുക്കറിയാലോ. അതുമായി ബന്ധപ്പെട്ട് എല്ലാ രാജ്യങ്ങൾക്കും അവരോട് ചെറിയ വിദ്വേഷങ്ങളുണ്ട്, അല്ലെങ്കിൽ എതിർപ്പുണ്ട്. ആ എതിർപ്പ് എല്ലാവരും കൂട്ടിക്കിഴിയിട്ട് പുതിയ പല ന്യൂ ജിയോ പൊളിറ്റിക്കൽ ഇന്ററാക്ഷനുകളും ലോകത്ത് നടക്കുകയാണ്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് കാനഡ എന്ന് പറയുന്ന കൺട്രി. കാനഡ റിലേറ്റഡ് ആയിട്ട്, കാനഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമേരിക്കയുടെ തൊട്ട് മുകളിൽ കിടക്കുന്ന കൺട്രിയാണ് കാനഡ. നിങ്ങളുടെ ആരെങ്കിലും വീട്ടിൽ ഒരാളെങ്കിലും കാനഡയിൽ ഉണ്ടാവുമല്ലോ. സോ അമേരിക്കയുടെ തൊട്ട് അയൽപക്ക കൺട്രിയാണ് ഈ കാനഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇവരുടെ മേലെ ട്രംപ് അണ്ണൻ എന്ത് ചെയ്തു? ട്രംപ് അണ്ണൻ 35% ടാക്സ് അങ്ങോട്ട് അടിച്ചു കൊടുത്തു, ടാരിഫ് അടിച്ചു കൊടുത്തു. വെറുതെ ഇരുന്നോ കാനഡക്കാര്? കാനഡ പറഞ്ഞു, ഞങ്ങള് ഡിജിറ്റൽ സർവീസിന് ടാക്സ് ഏർപ്പെടുത്തുകയാണ്. അതും 2024 മുതലൊന്നുമല്ല, ഞങ്ങൾ 2022 മുതൽ ടാക്സ് ഏർപ്പെടുത്തുകയാണ്. നിങ്ങൾ 35% ടാക്സ് ഏർപ്പെടുത്തുമല്ലേ? കാരണം കാനഡയിൽ, നമ്മുടെ USA മാക്സിമം പ്രൊഡക്ട്സും വരുന്നത് എവിടെ നിന്നാണ്? കാനഡയിൽ നിന്നാണ്. സോ കാനഡയ്ക്ക് ഈ നമ്മളുടെ USA ഒരു ട്രേഡ് സർപ്ലസ് ഉണ്ട്. ഓക്കെ.
ട്രേഡ് സർപ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ കയറ്റി അയക്കുന്നത് കാനഡയിൽ നിന്ന് യു എസിലേക്കാണ്. സോ യു എസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇമ്പോർട്ടന്റ് ഗുഡ്സ് ആണ്. സോ അവരെന്ത് ഏർപ്പെടുത്തി, 30% ടാക്സ് ഏർപ്പെടുത്തി. പക്ഷെ അത് കാര്യമായിട്ട് ആരെ ബാധിക്കും? കാനഡയെ ബാധിക്കും. ഓക്കെ, സോ അവരെന്ത് പറഞ്ഞു, ഞങ്ങൾ ഡിജിറ്റൽ സർവീസിനെല്ലാം ടാക്സ് ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ 2022 മുതൽ റെട്രോസ്പെക്റ്റീവ്ലി ടാക്സ് ഏർപ്പെടുത്തും. അപ്പോ ചെറിയ കിളികൾ പറഞ്ഞിട്ടുണ്ട് എക്കോണമിസ്റ്റിന്റെ തലയിൽ. ഇനി അത് എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ചെറിയ കിളികളായിട്ട് പറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്ക് ആദ്യം നോക്കേണ്ടത് എന്താണ് G7 സബ്മിറ്റ് എന്നുള്ളത് നമുക്കൊന്ന് ചെറിയൊന്ന് ഇൻഫോർമേഷൻ രീതിയിൽ നോക്കണം. ദെൻ തൊട്ട് അടുത്ത് നമ്മളുടെ ശശി തരൂരിന്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്, ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ റിലേഷൻ. അവിടെയും ഈ കാനഡയെ കുറിച്ചിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ രണ്ട് ആർട്ടിക്കിളും കമ്പയർ ചെയ്തിട്ട് ഇന്ത്യ കാനഡ ആൻഡ് ഇന്ത്യ യൂറോപ്യൻ റിലേഷൻ നമുക്ക് ഒന്നിച്ച് നോക്കാം. ഇവിടെ നമുക്ക് പെർട്ടിക്കുലർലി G7 സബ്മിറ്റിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് G7 സബ്മിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? G7 സബ്മിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബ്രിക്സ് ഉച്ചകോടി പോലെ ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആണ്, അല്ലെങ്കിൽ ക്വാഡ് പോലെ ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആണ്. ബ്രിക്സ് ഉച്ചകോടി പോലെയല്ല, ബ്രിക്സ് ഉച്ചകോടി ഒരു ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. പക്ഷേ നമ്മളുടെ ക്വാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആണ്, ഒരു മിലിറ്ററി അലയൻസ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ എക്കോണമിക് അലയൻസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ക്വാഡ്. അതുപോലെ ഒരു അലയൻസ് ആണ് എന്ത്, നമ്മളുടെ G7 സബ്മിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? G7 സബ്മിറ്റ് 1975 ആദ്യമായി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, 1975 6 കൺട്രീസ്, US, UK, ഫ്രാൻസ്, വേഴ്സ് ജർമ്മനി, ജപ്പാൻ ആൻഡ് ഇറ്റലി. അതായത് ശക്തികളാണ്, പ്രമുഖ ശക്തികളാണ് ഈ G7 ആരൊക്കെയാണ്? ഒന്ന് US ഉണ്ട്, USA ഉണ്ടെങ്കിൽ ആരുണ്ടാവും? UK എന്തായാലും ഉണ്ടാവണമല്ലോ. ദെൻ അന്നത്തെ പ്രമുഖന്മാർ വേറെ ആരൊക്കെയാണ്? യൂറോപ്പിലെ പ്രമുഖന്മാര് ജർമ്മനി ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്. ദെൻ ഇപ്പുറത്തേക്ക് വരുമ്പോ, അതായത് ഏഷ്യയിലേക്ക് വരുമ്പോ ആരാണ് പ്രമുഖൻ? ജപ്പാൻ ഉണ്ട്. ദെൻ മറ്റൊരാളുണ്ട്, ഇറ്റലി ഉണ്ട്. ഇങ്ങനെ ഈ 6 പേരെ കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് G6 എന്ന് പറയുന്ന ഒരു ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്താണ് ഇതിന്റെ അടിസ്ഥാനമായിട്ടുണ്ടായിരുന്നത്? അതായത് 1973 ഓയിൽ ക്രൈസിസ്, അല്ലെങ്കിൽ 1973 ബന്ധപ്പെട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പെട്രോളിയം പ്രൊഡക്ട്സിന്റെ ലഭ്യത കുറവ് ഒരു വലിയ യുദ്ധത്തിലേക്കൊക്കെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മിലിറ്ററി അലയൻസ് അല്ലെങ്കിൽ എക്കോണമിക് അലയൻസ് ആയിരുന്നു എന്ത്, ഈ G7. പെർട്ടിക്കുലർലി എക്കോണമി ആയിരുന്നു അവരുടെ വിഷയം. അതായത് അവരുടെ രാജ്യങ്ങളിൽ എന്ത് പറ്റുന്നു? ഓയിൽ ക്രൈസിസ് കാരണം പൈസ കൂടുകയാണ്, ഓയിലിന് ഇൻഫ്ലേഷൻ സംഭവിക്കുകയാണ്, റൈസ് ഇൻ ജനറൽ പ്രൈസ് ലെവൽ സംഭവിക്കുകയാണ്. അപ്പോൾ അതൊക്കെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ G6 എന്ന് പറയുന്ന സംഘടന രൂപം കൊണ്ടത്. അതിനുശേഷം 1976 കാനഡ ഇതിലേക്ക് ജോയിൻ ചെയ്തു. കാരണം എന്താണ്? കാനഡ US ഒരു അലിയാണ്. അലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മച്ചാൻ ബന്ധമാണ് അവർ തമ്മിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ കാനഡ അതിലേക്ക് ജോയിൻ ചെയ്തു. ദെൻ 97 ബ്രിക്സ്, നമ്മളുടെ റഷ്യ ഇൻക്ലൂഷൻ ചെയ്യുമ്പോൾ അതിനെ G8 ആയിട്ട് മാറുകയാണ്. സോ റഷ്യ ഇല്ലാത്ത അടങ്ങുന്ന നമ്മളുടെ യൂറോപ്യൻ സെൻട്രലിലുള്ള വൻകിട ശക്തികളുടെ ഒരു ഗ്രൂപ്പാണ് എന്ത്, ഈ G7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റഷ്യ കൂടി വരുമ്പോൾ അതെന്താവും? G8 ആകും. ഓക്കെ, ദെൻ യൂറോപ്യൻ യൂണിയനിലുള്ള എല്ലാ അംഗങ്ങളും ഇന്ത്യയും ബാക്കിയുള്ള രാജ്യങ്ങളും ചേർന്ന് വരുമ്പോൾ അതെന്താവും? G20 ആകും. G19 കൺട്രീസ് പ്ലസ് യൂറോപ്യൻ യൂണിയൻ. ഓക്കെ, G20 2023 സബ്മിറ്റ് നടന്നത് ഇന്ത്യയിലാണ്. ഓർത്തപ്പോ പറഞ്ഞു എന്നേ ഉള്ളൂ. G7 എങ്ങനെയാണ്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകൾ. അതിലേക്ക് റഷ്യ കൂടി വരുമ്പോൾ ആര് വരും? G8 ആകും. ദെൻ അതില് മറ്റുള്ള കൺട്രീസ്, ഇന്ത്യ പോലെയുള്ള കൺട്രീസ് കയറി വരുമ്പോൾ, ദെൻ യൂറോപ്യൻ യൂണിയനിലെ എല്ലാ കൺട്രീസും കയറി വരുമ്പോൾ G20 ആകും. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ ഒരു കിടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ലാസ്റ്റ് ഈ ജൂൺ 21 കാനഡയിൽ വെച്ചിട്ടായിരുന്നു നമ്മളുടെ G7 ഉച്ചകോടി നടന്നത്. കാനഡയാണ് അതിനെ ഹോസ്റ്റ് ചെയ്തത്. ഇന്ത്യൻ പ്രധാനമന്ത്രി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. കാനഡയിലേക്ക് പോയ ഒരു കാര്യം ഓർക്കുന്നില്ലേ? എന്തിനാ? G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ടാ പോയത്. അതിന് ഇന്ത്യ മെമ്പർ അല്ലല്ലോ. G7 എന്ന് പറയുമ്പോൾ ഇന്ത്യ ഇല്ലല്ലോ, ഇന്ത്യ മെമ്പർ അല്ല. പക്ഷെ ഒരു പ്രത്യേക ക്ഷണിതാവായിട്ടാണ്, ഒരു ഒബ്സർവർ ആയിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പോയിരിക്കുന്നത്. മനസ്സിലായോ? പോയിട്ടുണ്ടായിരുന്നു. സോ അത് ഗ്ലോബൽ ഓർഡറിന് ചില ചേഞ്ചസുകൾ വരുത്തുന്നുണ്ട്. കാരണം എന്താണ്? ഇപ്പോ നമ്മളുടെ അമേരിക്ക
മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ എന്ന് പറയുന്ന ക്യാമ്പയിനുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. താരിഫുകൾ അടിച്ചു കൊടുക്കുകയാണ്. സോ ഇവരുടെ ഇടയിൽ ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ കാനഡയുടെ എക്സാമ്പിൾ പറഞ്ഞു. അതുപോലെ ഇവരുടെ ഇടയിൽ ഓരോരുത്തരുടെ ഇടയിലും പ്രശ്നങ്ങൾ സംഭവിക്കുകയാണ്. സോ ഒരു ജിയോ പൊളിറ്റിക്കൽ ഷിഫ്റ്റ് സംഭവിക്കുകയാണ്. അമേരിക്കൻ കേന്ദ്രീകൃതമായ ഒരു ജിയോ പൊളിറ്റിക്സിൽ നിന്നും ബാക്കിയുള്ള രാജ്യങ്ങളെ അലൈ ചെയ്തുകൊണ്ട് ഒരു ഷിഫ്റ്റ് സംഭവിക്കുകയാണ്. ഇപ്പൊ G7 എന്താണെന്ന് മനസ്സിലായല്ലോ, G8 എന്താണെന്ന് മനസ്സിലായല്ലോ. എന്തിന്റെ ബേസിസിലാണ് ഇവർ ക്രിയേറ്റ് ചെയ്ത ഒരു എക്കോണമിക് കോർപ്പറേഷൻ? ഓയിൽ ക്രൈസിസ് വന്നപ്പോൾ അത് നിയന്ത്രിക്കാനായിട്ടുള്ള എക്കോണമിക് കോർപ്പറേഷൻ ആണ് ഈ G7. 2025 G7 ക്രിയേറ്റ് ചെയ്തിട്ട് 50 വർഷമാവുകയാണ്. ഓക്കെ, വൻകിട ശക്തികളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് വൻകിട ശക്തികളാണ്. അപ്പോൾ ഇനി നമുക്ക് കാനഡയുടെ കേസിലേക്ക് വരാം, പെർട്ടിക്കുലർ ന്യൂസിലേക്ക് വരാം. ന്യൂസ് എന്താണ്? ഞാൻ പറഞ്ഞു 35% താരിഫ് അനൗൺസ് ചെയ്തു, തിരിച്ചടിച്ചു കൊടുത്തു. ഡിജിറ്റൽ സർവീസ് ടാക്സ് അടിച്ചു കൊടുത്തു, റെട്രോസ്പെക്റ്റീവ്ലി അവർക്ക് അടിച്ചു കൊടുത്തു. സോ ഡിപ്ലോമാറ്റിക് കോണ്ടെക്സ്റ്റിൽ കാനഡ എങ്ങടേക്കാ തിരിയുന്നേ? കാനഡ തിരിയുന്നത് UK-യിലേക്കാണ്. അതായത് കെയ്ൽ സ്റ്റാമറിനെയൊക്കെ പരിചയപ്പെട്ടിട്ട് നമ്മളുടെ കനേഡിയൻ പ്രൈം മിനിസ്റ്റർ, പുതിയ പ്രൈം മിനിസ്റ്റർ വരികയാണ്, മാർക്ക് കാണി കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ആയിട്ട് വന്നു. മുൻപേ ഉണ്ടായിരുന്ന ആളുടെ പേര് മറന്നുപോയി. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമൊക്കെ ഉണ്ട് ഫേമസ്. സോ ഓർമ്മയിൽ കിട്ടുന്നില്ല പെട്ടെന്ന്. സോ മാർക്ക് കാണിയും നമ്മളുടെ സ്റ്റാമറുമായിട്ട് എന്ത് ചെയ്യുന്നു? വലിയ ബന്ധത്തിലേക്ക് വരികയാണ്. ഓക്കെ, സോ അവിടെ ഒരു പൊളിറ്റിക്കൽ ഷിഫ്റ്റ് നടക്കുകയാണ്, ജിയോ പൊളിറ്റിക്കൽ ഷിഫ്റ്റ് നടക്കുകയാണ്. ഓക്കെ, അത് ഇന്ത്യക്ക് ഗുണകരമായിട്ട് നമുക്ക് വരുത്താനായിട്ട് സാധിക്കും. ഓക്കെ, അവരുടെ മെയിൻ പ്രൊഡ്യൂസർ, കാരണം ഇന്ത്യയിൽ നിന്ന് കാനഡയിലേക്ക് വലിയ കയറ്റുമതികളൊന്നും ഇല്ല. കേരളത്തിൽ നിന്ന് പല ആളുകളും കുട്ടികളെ കയറ്റി അയക്കുന്നുണ്ട്, അത് ഒരുപാട് നല്ലൊരു കയറ്റുമതി ആണെങ്കിലും വലിയ വ്യാപാര ബന്ധങ്ങൾ കാനഡയുമായിട്ടില്ല. കാരണം എന്താ? ഇത്രയും ദൂരമുണ്ട്. നമ്മൾ കാനഡയിലേക്ക് ഒരു കപ്പൽ അയക്കണമെങ്കിൽ ഈ ദൂരം എത്തുമ്പോൾ ഉള്ള ഒരു ചെലവുണ്ടല്ലോ, അതിനേക്കാളും ചീപ്പറായിട്ട് ബ്രസീലിൽ നിന്നൊക്കെ കിട്ടും അവർക്ക്. എന്ത് ചരക്ക് നീക്കങ്ങൾ ബ്രസീൽ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടും. ഓക്കെ, സോ ഇതാണ് കാനഡയുടെ ഒരു റെസ്പോൺസ് വന്നേ. എന്ത്? ടാരിഫിൽ ഒരു റെസ്പോൺസ് വന്നേ. ടാരിഫിൽ എന്താ അവർ ചെയ്തേ? ടാരിഫിൽ കുറച്ചും കൂടി അവർ നമ്മളുടെ സ്റ്റൈമറായിട്ട് അല്ലെങ്കിൽ UK-യുടെ യുണൈറ്റഡ് കിങ്ഡത്തിന്റെ പ്രൈം മിനിസ്റ്ററൊക്കെ ആയിട്ട് അടുക്കുന്നു, ഇന്ത്യയായിട്ട് അടുക്കുന്നു, അങ്ങനെയുള്ള യൂറോപ്യൻ യൂണിയനുമായിട്ടൊക്കെ അടുക്കുന്ന ഒരു സമീപനം കാണിച്ചു. സോ ഈ ഒരു പെർട്ടിക്കുലർ എഡിറ്റോറിയൽ എൻഡ് ചെയ്യുന്നത് ഇന്ത്യയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞുകൊണ്ടാണ്. അതായത് ഒരു ഫേമസ് കോട്ട് ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ശത്രുവിനെ തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും, പക്ഷേ നിങ്ങളുടെ അയൽപക്കക്കാരനെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റില്ല. യു ക്യാൻ ചൂസ് യുവർ എനിമി ബട്ട് കാൺഡ് യുവർ നൈബേഴ്സ്. നൈബേഴ്സിനെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റില്ല. പക്ഷെ അപ്പോ നൈബേഴ്സിനോട് നല്ല വ്യാപാര ബന്ധങ്ങൾ പുലർത്തേണ്ടത് ഒരു ഗുഡ് ജിയോ പൊളിറ്റിക്സിന്റെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യന്റെ അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ റിലേഷനിലിരിക്കുന്ന ഒരു ഡിപ്ലോമാറ്റിനെ സംബന്ധിച്ചിടത്തോളം നൈബേഴ്സിനോട് നല്ല ഉത്തരവാദിത്തം പുലർത്തേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതിനൊരു ഉദാഹരണമുണ്ട്. നമ്മൾ നേപ്പാളുമായിട്ട് നമുക്ക് നല്ല ബന്ധമായിരുന്നു കുറച്ചു കാലം വരെ. പെട്ടെന്ന് ഒരു ട്രൈബൽ ഇഷ്യൂ കാരണം മധേഷി മൈനോറിറ്റി കമ്മ്യൂണിറ്റി, മധേഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധേഷി ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയാണ് നേപ്പാളിൽ ഉള്ളത്, അവരെ നേപ്പാൾ ഗവൺമെന്റ് പേഴ്സിക്യൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അവരുടെ ലോസ് അല്ലെങ്കിൽ അവരുടെ ഇക്വാലിറ്റി ഒന്നും ആക്സെപ്റ്റ് ചെയ്യാതെ അവരെ ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആയിട്ട് മാത്രം നിലനിർത്തി അവർക്കുള്ള ആനുകൂല്യങ്ങളൊന്നും കൊടുക്കാതെ വന്നു. അപ്പോ ഇന്ത്യ പറഞ്ഞു അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയും നേപ്പാളുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഈ മധേശി കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള ഇഷ്യൂസ് കാരണം രൂപപ്പെട്ടു. മനസ്സിലായോ? അത് കാരണം നേപ്പാള് ചൈനയുമായിട്ട് കൂടുതൽ അടുത്തു. ഇന്ത്യയുടെ ഒരു അലി അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു നെയ്ബർ നമുക്ക് നഷ്ടപ്പെട്ടു. സോ പിന്നീട് നേപ്പാള് ബെൽറ്റ് റോഡ് ഇനീഷ്യേറ്റീവിലേക്കും ദെൻ ചൈനയുടെ പല പല ഇനീഷ്യേറ്റീവുകളിലേക്കും പോയി. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം നേപ്പാളില് പ്രസിഡന്റ് അവരോധിതനായതിനു ശേഷം ആദ്യം ഇന്ത്യൻ പ്രസിഡന്റിനെ കാണുന്ന ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ആദ്യം മീറ്റ് ചെയ്യുന്നത് നോർമലി പണ്ട് മുതലേ ഇന്ത്യൻ പ്രസിഡന്റിനെ ആയിരുന്നു. അത് മാറ്റിയിട്ട് നേപ്പാളിൽ നിന്ന് ചൈനയിലേക്കാണ് ആദ്യം വിസിറ്റ് ചെയ്യാൻ പോയത്. സോ ഇറ്റ്സ് എ പോളിസി ഷിഫ്റ്റ്, ഇറ്റ്സ് എ ജിയോ പൊളിറ്റിക്കൽ ഷിഫ്റ്റ്. അവര് ആ ഒരു ജസ്റ്റർ കൊണ്ട് പറയുന്നത് എന്താണ്? ഇന്ത്യ അല്ല ഇനി നമ്മളുടെ സഹായി, ഇനി ചൈനയാണ്. ഓക്കെ, അങ്ങനെ ഒരു ഷിഫ്റ്റിലേക്ക് അവർ വരികയാണ്. ഓക്കെ, സോ അങ്ങനെ ഒരു ഷിഫ്റ്റ് വരുത്തരുത്. കാരണം നെയ്ബേഴ്സ് ആണ് എന്നുള്ളൊരു കാര്യമാണ് ഈ കാനഡയുടെയും റഷ്യയുടെയും കാര്യത്തിൽ അവർ ഓർമ്മിപ്പിക്കുന്നത്. മനസ്സിലായോ? ഇതാണ് ഈ ഒരു ന്യൂസ് എഡിറ്റോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് നമ്മളുടെ
ഇന്ത്യൻ യൂറോപ്യൻ യൂണിയൻ ശശി തരൂർ എഴുതിയ ആ ആർട്ടിക്കിളിലേക്ക് കൂടി പോകണം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. നെക്സ്റ്റ് ആർട്ടിക്കിൾ ശശി തരൂർ എഴുതിയിരിക്കുന്നത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ പാർട്ണർഷിപ്പിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഇന്ത്യ യൂറോപ്പിന്റെ ഒരു ബന്ധങ്ങൾ പുനർക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. 3 ഇമ്പോർട്ടന്റ് ഇൻസ്റ്റൻസിലാണ് ഈ ഒരു ആർട്ടിക്കിൾ എഴുതാനായിട്ടുള്ള കാരണം. എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യൂറോപ്പിന്റെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യുകയാണ്. അമേരിക്കൻ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന്, അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് അമേരിക്ക മാത്രം എന്നുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇപ്പോൾ മാറുകയാണ്. ബാക്കിയുള്ള രാജ്യങ്ങൾ സ്വതന്ത്രമായിട്ട് ബാക്കിയുള്ള അലീസുമായിട്ട് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പുകൾ ചേരുകയാണ്. അതിന് എക്സാമ്പിൾ കാനഡ യു കെയുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ്, ജർമ്മനി യു കെയുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ്. അങ്ങനെ അമേരിക്കയെ മാറ്റി നിർത്തിയിട്ട്, കാരണം അമേരിക്ക ഇപ്പോൾ ഇനി എന്താണ് പ്രവർത്തിക്കുക എന്നുള്ളത് ദൈവത്തിന് മാത്രം അറിയാവുന്ന കാര്യമാണ്. സോ അമേരിക്കയെ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള രാജ്യങ്ങളുമായിട്ടുള്ള പാർട്ണർഷിപ്പുകൾ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ പോളിസി ഷിഫ്റ്റിൽ മാറ്റം വരികയാണ്. ഇന്ത്യ പണ്ട് മുതലേ രൂപീകരിച്ചിരുന്ന ഒരു നയമുണ്ട്, നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്, അല്ലെങ്കിൽ നോൺ അലൈൻമെന്റ്, ചേരി ചേരാ, ആരോടും നമുക്ക് സന്ധിയില്ല, ആരോടും ചേരുന്നില്ല. അത് പിന്നീട് നമ്മൾ പതിയെ പതിയെ മയമെടുത്തി. നമ്മൾ ഈ ആർട്ടിക്കിൾ പ്രകാരം ശശി തരൂർ പറയുന്നത് നമ്മളൊരു മൾട്ടി അലൈൻമെന്റിലേക്കാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് പല രാജ്യങ്ങളുമായിട്ടും നമ്മൾക്ക് ബന്ധം വരും. അത് ഒരു യൂണിപോളാർ വേൾഡിലേക്ക് വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ ബൈപോളാർ വേൾഡിലേക്ക് വേണ്ടിയിട്ടല്ല, മൾട്ടി പോളാർ വേൾഡിലേക്ക് വേണ്ടിയിട്ടാണ്. ഓർക്കുന്നുണ്ടോ? ബ്രിക്സ് ഉച്ചകോടിയിലേക്ക് പ്രധാനമന്ത്രി പോയി കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി എന്താ പറഞ്ഞേ? ബ്രിക്സ് ഉച്ചകോടി മൾട്ടി പോളാർ വേൾഡിനെ ക്രിയേറ്റ് ചെയ്യാൻ സഹായകമാകുന്നു. അതായത് ബൈപോളാർ എന്നല്ല, 2 വലിയ ശക്തികളല്ല, എല്ലാവരും ശക്തികളായി മാറി ലോകത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി. അതാണ് ബൈപോളാർ. സോ അങ്ങനെ ഒരു വിഷന് വേണ്ടിയിട്ട് മൾട്ടി അലൈൻമെന്റ് ആണ് നമ്മൾ ഇനിയിപ്പോ ഉദ്ദേശിക്കുന്നത്. സോ ഇന്ത്യയുടെ പോളിസീസിൽ ഒരു ഷിഫ്റ്റ് വന്നു. ട്രാൻസ് അറ്റ്ലാന്റിക്കിലും ഒരു അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്തു. കാരണം എന്താണ്? US ട്രേഡ് റിലേഷൻസ് കാരണം US ലീഡർഷിപ്പ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ദെൻ യൂറോപ്പ് ഒന്ന് റീഇൻവെന്റ് ചെയ്യുകയാണ് അവരുടെ പ്രൊഡക്ഷനുകൾ. കാരണം കോവിഡിന് ശേഷം യൂറോപ്യൻ യൂണിയന്റെ എക്കോണമി ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും, പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ്, പെർട്ടിക്കുലർലി കാർ മാനുഫാക്ചറിങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു സ്ട്രാറ്റജിക് ഷിഫ്റ്റ് വേണം എന്നുള്ള രീതിയിലേക്കാണ്. കാരണം വലിയ പെർഫോമൻസ് അവിടെ നിന്ന് വരുന്നില്ല. സോ അവിടെ ഒരു സ്ട്രാറ്റജിക് റീ ഇൻവെൻഷനുള്ള സാധ്യതകൾ തുറന്നിടുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ ഈ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഒരു സന്ധി, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള റിലേഷൻ ശക്തിപ്പെടുത്തേണ്ടത്. ഓക്കെ, നമുക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ യൂറോപ്യൻ യൂണിയനെ കുറിച്ചുള്ള റിലേഷൻ ശക്തിപ്പെടുത്താനായിട്ട് പറ്റും? നമുക്ക് ട്രേഡിൽ സംഭവിക്കാനായിട്ട് പറ്റും. ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കോണമിക് റിലേഷൻസ് എങ്ങനെ ശക്തിപ്പെടുത്തും? യൂറോപ്യൻ യൂണിയൻ ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്ന രാജ്യങ്ങളിൽ ഒന്ന്. അതായത് യൂറോപ്പ് മൊത്തം എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 70% വർധനവാണ് നമ്മളുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ദെൻ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആരാണ്? ഫ്രാൻസ് ആണ്. ഫ്രാൻസ് ഇന്ത്യയുടെ 370% ഇൻക്രീസിംഗ് ആണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അവരുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകളിൽ നടത്തിയിരിക്കുന്നത്. ഓക്കെ, ദെൻ വേറെ എന്താണ് പ്രോഗ്രാമുകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന? എക്കോണമിക് കോർപ്പറേഷനുകൾ നമ്മൾ പറഞ്ഞു. ദെൻ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായിട്ട് പല ചർച്ചകൾ നടത്തുന്നുണ്ട്. സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട്. ഫ്രീ ട്രേഡ് എഗ്രിമെന്റുകൾ നടത്താനായിട്ടുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട്. പക്ഷേ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് അംഗീകരിക്കുമോ എന്ന് എനിക്കറിയില്ല. കാരണം പല രാജ്യങ്ങളും അതിനെതിരെ എതിർപ്പ് പറയുന്നുണ്ട്. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഫാസ്റ്റ് ട്രാക്ക് എഗ്രിമെന്റുകളാണ്. പല രാജ്യങ്ങളുമായിട്ട് രാജ്യം സ്പെസിഫിക് ആയിട്ടുള്ള എഗ്രിമെന്റുകൾ നമുക്ക് വെക്കാം. പിന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കോണമിക് കോറിഡോർ, അതായത് ഇറാനിൽ നിന്ന് തുടങ്ങി മിഡിൽ ഈസ്റ്റ് വഴി നമ്മൾ എവിടെ എത്തും? യൂറോപ്പിലേക്ക് എത്താനായിട്ടുള്ള ഒരു പാത നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കോണമിക് കോറിഡോർ എന്ന് പറയുന്ന ഒരു കോറിഡോർ. അതായത് അതൊരു മോഡേൺ സിൽക്ക് റൂട്ടാണ്. എങ്ങനെയാണ്? റോഡ് മാർഗം ഒരു ചരക്ക് വന്നു കഴിഞ്ഞാൽ അത് റോഡ് മാർഗം ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് എത്താനായിട്ടുള്ള ഒരു പാത നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കോണമിക് കോറിഡോർ. ഇന്ത്യയും മിഡിൽ ഈസ്റ്റും യൂറോപ്പും അടങ്ങുന്ന ഒരു പാത, മോഡേൺ സിൽക്ക് റൂട്ട് എന്നാണ് നമ്മൾ അതിനെ വിശേഷിപ്പിക്കുന്നത്. ഇപ്പോ നമ്മളുടെ ചൈനയുടെ ബെൽറ്റ് റോഡ് ഇനീഷ്യേറ്റീവ് എന്നൊക്കെ പറയുമ്പോൾ അതിന് ബദലായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കോണമിക് കോറിഡോർ.
ദെൻ നമുക്ക് ചില പ്രശ്നങ്ങളുമുണ്ട്. എന്താണ് ഈ ട്രേഡിലുള്ള ഒരു പ്രശ്നം? കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം. കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയന്റെ ഒരു ആക്ട് ആണ്. ഇന്നലെ നമ്മൾ കാർബൺ ട്രേഡിങ്ങും കാർബൺ ഓഫ്സെറ്റിംഗ് ഒക്കെ പഠിച്ചല്ലോ. അതുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ യൂണിയനിലേക്ക് വരുന്ന പ്രൊഡക്റ്റുകൾ കാർബൺ ഫ്രീ ആയിരിക്കണം. അതായത് യൂറോപ്യൻ യൂണിയനിൽ വിറ്റഴിക്കുന്ന ഒരു പ്രൊഡക്റ്റ് കാർബൺ ഫ്രീ ആയിരിക്കണം എന്ന യൂറോപ്യൻ യൂണിയന്റെ നിശ്ചിതമായ തീരുമാനത്തിന്റെ പുറത്തുണ്ടായ ഒരു നിയമമാണ് അല്ലെങ്കിൽ ഒരു മെക്കാനിസമാണ് കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം. സോ ആ ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിക്കുന്നത്, ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ നിന്ന് കാറുകൾ കയറ്റി അയക്കുകയാണ്. എക്സാമ്പിൾ വിചാരിക്കുക, കാറുകൾ യൂറോപ്പിലേക്ക് കയറ്റി അയക്കുകയാണ്. പക്ഷെ ഈ കാർ ഉണ്ടാക്കുന്നത് ഒരുപാട് എമിറ്റ് ചെയ്തുകൊണ്ടാണ്. എന്ത്? കാർബൺ എമിറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോ എന്താണ് ചെയ്യേണ്ടത്? അപ്പോ ഈ കയറ്റി അയക്കുന്നതിന് കുഴപ്പമില്ല, ട്രേഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അവര് ഒരു പ്രൈസ് അതിന് പേ ചെയ്യണം. കാരണം ഈ പ്രൈസ്, ഈ ഒരു കാറ് വാങ്ങുന്നത് വഴി ഞങ്ങൾ ലോകത്തെ എന്ത് ചെയ്യാണ്? എൻവിറോൺമെന്റിനെ നശിപ്പിച്ചിരിക്കുകയാണ്. അതിന് ആര് പേ ചെയ്യണം? ഉണ്ടാക്കുന്ന രാജ്യം അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന പ്രൊഡ്യൂസർ പേ ചെയ്യണം. ഓക്കെ, അതാണ് കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം. സോ കുറഞ്ഞ എൻവിറോൺമെന്റ് പൊല്യൂഷൻ ഉള്ള കൺട്രീസ് ആണെങ്കിൽ അല്ലെങ്കിൽ കാർബൺ എമിറ്റ് ചെയ്യാത്ത കൺട്രീസ് ആണെങ്കിൽ അവർക്ക് ഈ ടാക്സിൽ നിന്ന് അവോയ്ഡ് ചെയ്യാം. മനസ്സിലായോ? സോ ഇന്ത്യ ഹൈലി പൊല്യൂട്ട് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. ഹൈലി പൊല്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്കോണമി ഹൈലി ഡെവലപ്പിംഗ് എക്കോണമി ആയതുകൊണ്ട് അവർ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് എൻവിറോൺമെന്റൽ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കും. സോ അത് നമുക്ക് ഒരു പ്രോബ്ലമാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു നിർത്തിയത് എക്കോണമിക് റിലേഷൻ ആയിരുന്നു. ദെൻ ഇൻവെസ്റ്റ്മെന്റ് പൊട്ടൻഷ്യൽ വേണ്ടി അവിടെ നമ്മൾ 2-3 കാര്യങ്ങൾ പറഞ്ഞു. കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസത്തെ കുറിച്ച് പറഞ്ഞു. ദെൻ ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എക്കോണമിക് കോറിഡോറിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. ഓക്കെ, ദെൻ ടെക്നോളജി. ഈ യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളും ടെക്നോളജിക്ക് വേണ്ടി ഹൈലി ഇൻവെസ്റ്റ് ചെയ്യുന്ന കൺട്രികളാണ്. എക്സാമ്പിൾ ഫ്രാൻസ്, ജർമ്മനി, ഓസ്ട്രിയ ആയി കഴിഞ്ഞാലും ദെൻ അങ്ങനെയുള്ള ഡിഫറെന്റ് കൺട്രീസ് നമ്മളുടെ ടെക്നോളജിക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പെർട്ടിക്കുലർലി സ്പേസ്, നമ്മളുടെ സ്പേസ് മിഷൻസിന് വേണ്ടിയിട്ടും അവരുടെ റിന്യൂവബിൾ എനർജി ടെക്നോളജീസിന് വേണ്ടിയിട്ടും. കാരണം ഇവരെല്ലാവരും ഒരു ഗ്രീൻ ട്രാൻസിഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റുകൾക്ക് നമുക്ക് ഇത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു? എക്കോണമി പറഞ്ഞു. എക്കോണമിയിൽ ട്രേഡ് പറഞ്ഞു. ട്രേഡിന് ശേഷം എന്ത് സംഭവിച്ചു? നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചറൽ പാർട്ണർഷിപ്പ് എന്തൊക്കെയായിരുന്നു? നമ്മളുടെ ഇന്ത്യ, മിഡിൽ ഈസ്റ്റ് എക്കോണമിക് കോറിഡോർ, ദെൻ നമ്മളുടെ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസത്തെ കുറിച്ച് പറഞ്ഞു. കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസത്തിൽ ചില പ്രശ്നങ്ങൾ നമുക്ക് ഇവരുമായിട്ടുണ്ട്. കാരണം നമ്മൾ കുറച്ച് എമിറ്റ് ചെയ്യുന്ന കൺട്രിയാണ്. അത് സ്വാഭാവികമാണ്, നമ്മൾ എമിറ്റ് ചെയ്ത് പോകും. കാരണം നമ്മൾ 150 കോടി ജനങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അവര് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന കൺട്രി കുറച്ച് എമിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ഇത്രയും പ്രൊഡ്യൂസ് ചെയ്യണ്ടേ. സോ അത് പക്ഷേ ഈ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം വരുമ്പോൾ നമ്മുടെ ട്രേഡിനെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. അതൊരു പ്രശ്നമായിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ ടെക്നോളജിയിൽ എങ്ങനെയാണ്? ടെക്നോളജിയിൽ റിന്യൂവബിൾ എനർജി ടെക്നോളജിയിലാണെങ്കിലും അല്ലെങ്കിൽ സ്പേസ് മിഷന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ സോഫ്റ്റ്വെയർസിന്റെ ആണെങ്കിലും ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് ഇത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ ഹ്യൂമൻ മൊബിലിറ്റി. ഹ്യൂമൻ മൊബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു വലിയ ഡയസ്പോറ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ട്. ജർമ്മനിയിൽ ഒരുപാട് പേരുണ്ട്, ഫ്രാൻസിലുണ്ട്. നമ്മളുടെ സുഹൃത്തുക്കളിൽ പലരും ഇപ്പോൾ അവിടെ ഉണ്ട്. സോ അത് ഒരു ടൈ അല്ലെങ്കിൽ അത് ഒരു റിലേഷനിലേക്ക് മാറണം. കാരണം ഇന്ത്യൻ യൂത്തിനെ സ്കില്ല് ചെയ്യാനായിട്ടും ഇന്ത്യയുടെ അൺഎംപ്ലോയ്മെന്റ് കുറയ്ക്കാനായിട്ടും ഇങ്ങനെ സയന്റിഫിക് ഗ്ലോബൽ കൊളാബറേഷനുകൾ വേണം. ഓക്കെ, സോ ആ ഒരു കാര്യത്തിലും നമുക്ക് നമ്മളുടെ ഇത് ചെയ്യാനായിട്ട് പറ്റും. എന്ത്? കോർപ്പറേഷൻ ചെയ്യാനായിട്ട് പറ്റും. ദെൻ സ്ട്രാറ്റജിക് അലൈൻമെന്റ്. സ്ട്രാറ്റജിക് അലൈൻമെന്റ് എന്ന് പറയുമ്പോൾ നമ്മളെ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ, ഹൈടെക് ഇൻഫ്രാസ്ട്രക്ചറുടെ കാര്യത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും. രണ്ടുപേരും, യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും എന്താ ചെയ്യുന്നത്? സെൽഫ് ബിൽഡിംഗ് ആണ്. അതായത് സ്വന്തമായിട്ട് നിർമ്മിക്കുകയാണ്. ഇന്ത്യയിൽ ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്നു. യൂറോപ്പിലാണെങ്കിൽ അതായത് യൂറോപ്പിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും, യുദ്ധ ഉപകരണങ്ങളും യൂറോപ്പ് തന്നെ നിർമ്മിക്കുന്നു. അത് നേവലിന്റെ വെസൽ ആയിക്കോട്ടെ, പ്ലെയിനുകളായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും യൂറോപ്പിൽ തന്നെ നിർമ്മിക്കുക. ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യയിൽ തന്നെ നിയമിക്കുക. പക്ഷേ ഈ ടെക്നോളജീസ് നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഗ്ലോബലൈസേഷന്റെ ഇറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടെക്നോളജീസ് നമ്മൾക്ക് കോർപ്പറേറ്റ് ചെയ്യാനായിട്ടും അത് പരസ്പരം കൈമാറാനായിട്ട് പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? കോർപ്പറേഷൻ ചെയ്യാം. ദെൻ വേറെ എന്തൊക്കെയാണ്? ഒരു റൂൾ ബേസ്ഡ് ഓർഡർ. നമ്മൾ ബ്രിക്സ് പഠിച്ചപ്പോൾ പറഞ്ഞു, നമ്മളുടെ ഈ മൾട്ടി പോളാർ വേൾഡിലേക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് യൂറോപ്പും ദെൻ
ഈസ്റ്റ് ഏഷ്യയുമാണ്. പെർട്ടിക്കുലർലി ഇന്ത്യ, ചൈന പോലെയുള്ള രാജ്യങ്ങളാണ്. ഇവരെങ്ങനെ ഈ ഗ്ലോബൽ സൗത്തിനെ, പെർട്ടിക്കുലർലി ആഫ്രിക്ക, നമ്മുടെ ആഫ്രിക്കൻ കോണ്ടിനെന്റിലുള്ള കൺട്രീസിനെ, ദെൻ സൗത്ത് അമേരിക്കൻ കോണ്ടിനെന്റിലുള്ള കൺട്രീസിനെ ഹെൽപ്പ് ചെയ്യും? ഒരു ട്രയാങ്കുലർ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ട്രയാങ്കുലർ കോർപ്പറേഷൻ, TRC. അതെങ്ങനെയാണ്? ഏഷ്യയിലുള്ള ഒരു കൺട്രിയും ദെൻ യൂറോപ്പിലുള്ള ഒരു കൺട്രിയും ചേർന്നിട്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഒരു കൺട്രിയെ ദത്തെടുക്കും. മനസ്സിലായോ? അവരുടെ കാര്യങ്ങൾ നോക്കുന്ന രീതിയിൽ അവർക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഹെൽപ്പുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ലോണുകൾ കൊടുക്കും. അവരുടെ ഇൻഫ്രാസ്ട്രക്ചറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഗ്ലോബൽ സൗത്തിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളുമായിട്ടും ഇത് വരും. എന്തിലേക്ക് ലീഡ് ചെയ്യും? മൾട്ടിലാറ്ററലിസം അല്ലെങ്കിൽ മൾട്ടി പോളാർ വേൾഡിലേക്ക് അത് ലീഡ് ചെയ്യും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലാണ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലുക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളുടെ എക്കോണമിക് അല്ല, നമ്മളുടെ ജിയോ പൊളിറ്റിക്കൽ സ്ട്രാറ്റജീസ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ മൾട്ടി പോളാർ വേൾഡിൽ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുള്ളൂ. സോ ഒരു നോൺ അലൈൻമെന്റ് എന്ന് പറഞ്ഞത് നമ്മൾ അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത കാര്യമാണ്, ഗംഭീരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ ആ ഒരു ഫാക്ടറിനെ മാറിയ കാലഘട്ടത്തിൽ മാറിയ കാരണങ്ങളും മാറിയ ആശയങ്ങളും വരണം. അതുപോലെ മൾട്ടി പോളാർ വേൾഡിലേക്ക് നമ്മൾ മുന്നോട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മൾട്ടി അലൈൻമെന്റ് അപ്രോച്ചിലേക്ക് നമ്മൾ നീങ്ങണം എന്നാണ് ഈ പെർട്ടിക്കുലർ ആർട്ടിക്കിളിന്റെ ആകെ തുക. ഓക്കെ, സോ യൂറോപ്യൻ യൂണിയനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു. യൂറോപ്യൻ യൂണിയനുമായി ബന്ധപ്പെട്ട നമ്മളുടെ ട്രേഡ് റിലേഷൻ എന്താണ് എന്ന് നമ്മൾ പഠിച്ചു. സോ ഇതാണ് ഇന്നത്തെ ന്യൂസ് ആർട്ടിക്കിളിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു.